ഹലോ, കേൾക്കാമോ പറയുന്നത്? കേൾക്കുന്നുണ്ട് ജോർജ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്തോളൂ. ഒരാളോടെ ജോയിൻ ചെയ്യാൻ ചേർന്നോളൂ. ലൈവ് സ്ട്രീം പോകുന്നുണ്ട്. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യനും ആൻസറും എക്സ്പ്ലനേഷൻ കൊടുത്താൽ പോയാൽ മതി. ആൻസർ അവരെ കൊണ്ട് പറയിക്കാൻ നിൽക്കണ്ട. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് SSC GD കോൺസ്റ്റബിളിന്റെ എക്സാമിൽ PYQവിൽ കണ്ടിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ജനറൽ സയൻസിന്റെ ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓരോന്ന് വീതം നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ SI ബേസ് യൂണിറ്റ് ഓഫ് ഫോട്ടോമെട്രി? Which of the following is the SI base unit of photometry? The science of measuring light as perceived by the human visual system. Human visual system എന്ന് പറഞ്ഞാൽ എന്തുവാ? കണ്ണുകളാണ് അല്ലേ? കണ്ണുകളിൽ പതിക്കുന്ന ലൈറ്റിന്റെ മെഷർമെന്റിനെയാണ് എന്ത് പറയുക? ഫോട്ടോമെട്രി എന്ന് പറയാം. അത് ആദ്യം മനസ്സിലാക്കി വെക്കുക. കണ്ണുകളിൽ പതിക്കുന്ന ലൈറ്റിന്റെ മെഷർ ചെയ്യുന്ന ആ ഒരു മെഷർമെന്റിനെയാണ് എന്ത് പറയുക? ഫോട്ടോമെട്രി എന്ന് പറയാം. കണ്ണുകളിൽ പതിക്കുന്ന ലൈറ്റിന്റെ, കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് ലൈറ്റിന്റെ ഇന്റൻസിറ്റി, കണ്ണുകളിൽ പതിക്കുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റിയെ മെഷർ ചെയ്യുന്ന ആ ഒരു മെഷർമെന്റിനെയാണ് എന്ത് പറയാ? ഫോട്ടോമെട്രി എന്ന് പറയാം. ഫോട്ടോമെട്രി എന്താണെന്ന് ആദ്യം ഓർത്ത് വെക്കുക. ഫോട്ടോമെട്രി മെഷർമെന്റ് ഓഫ് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് പെർസീവ്ഡ് ബൈ ദ ഐ. കണ്ണുകളിൽ പതിക്കുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റിയുടെ മെഷർമെന്റ് ആണ്. അപ്പൊ ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ അവിടെ SI യൂണിറ്റ് എന്തായിരിക്കും? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എപ്പോഴോ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് പറഞ്ഞാണ് ലൂമിനസ് ഇന്റൻസിറ്റി. ലൂമിനസ് ഇന്റൻസിറ്റിയുടെ SI യൂണിറ്റ് എന്താന്ന് പറഞ്ഞിട്ടുള്ളതാണ് കൻഡേല. കൻഡേല എന്ന് പറയുന്നതാണ് ലൂമിനസ് ഇന്റൻസിറ്റിയുടെ SI യൂണിറ്റ്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഫോട്ടോമെട്രിയുടെ SI യൂണിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും എന്ത് തന്നെയാണ്? കണ്ടേളയാണ്. ഫോട്ടോമെട്രിയുടെ SI യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കണ്ടേളയാണ്. റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പിൾ CD എന്ന് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ലൂമിനസ് ഇന്റൻസിറ്റിയുടെ SI യൂണിറ്റ് ഓർത്ത് വെക്കുക, കണ്ടേളയാണ്. കണ്ടേള തന്നെയാണ് ഫോട്ടോമെട്രിയുടെ SI യൂണിറ്റ് എന്ന് പറയാം. എന്താണ് ഫോട്ടോമെട്രി എന്നോട് ഓർത്ത് വെക്കുക? കണ്ണുകളിൽ പതിക്കുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റിയെ മെഷർ ചെയ്യുന്നതിനെയാണ് എന്ത് പറയാ? ഫോട്ടോമെട്രി എന്ന് പറയാം. അപ്പൊ അതും ഇന്റൻസിറ്റിയുടെ തന്നെ മെഷർമെന്റ് തന്നെയാണ്. കണ്ണുകളിൽ പതിക്കുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി മെഷർ ചെയ്യുന്നതാണ്. അതിന്റെ മെഷർമെന്റിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ലൂമിനസ് ഇന്റൻസിറ്റിയുടെ സെയിം ആണ്. കണ്ടേള എന്ന് പറയുന്ന യൂണിറ്റ് ആണ് ഫോട്ടോമെട്രിയുടെ SI യൂണിറ്റ് എന്ന് പറയാം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് താഴെ എർഗ് എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ആണ്. എന്തായിരിക്കും എർഗ്? എവിടെ പറഞ്ഞിട്ടുള്ള യൂണിറ്റ് ആണ് എർഗ്? എർഗ് എന്ന് പറയുന്നത് വർക്ക് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ CGS സിസ്റ്റത്തിലെ യൂണിറ്റ് ആണ്. വർക്ക് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ CGS എന്ന് പറഞ്ഞാൽ എന്തുവാ? സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ്. സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ്. വർക്ക് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ CGS സിസ്റ്റത്തിലെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് എർഗ് എന്ന് പറയുക. അടുത്ത യൂണിറ്റ് ഇവിടെ ഓപ്ഷൻസിൽ കിടക്കുന്നത് ആംപിയർ ആണ്. എന്തായിരിക്കും ആംപിയർ എന്ത് റെപ്രസെന്റ് ചെയ്യുന്ന യൂണിറ്റ് ആണ്? കറണ്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന SI യൂണിറ്റ് ആണ് ആംപിയർ. ഇലക്ട്രിക് കറണ്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന SI യൂണിറ്റ് ആണ് ആംപിയർ എന്ന് പറയുക. അതിനുശേഷം താഴെ കാണുന്ന ലാസ്റ്റ് ഓപ്ഷൻ കെൽവിൻ എന്ത് റെപ്രസെന്റ് ചെയ്യുന്ന SI യൂണിറ്റ് ആണ്? ടെമ്പറേച്ചർ റെപ്രസെന്റ് ചെയ്യുന്ന SI യൂണിറ്റ് ആണ് കെൽവിൻ എന്ന് പറയാം. അപ്പൊ ഇത്രയും കാര്യം ഓർത്ത് വെക്കുക. ലൂമിനസ് ഇന്റൻസിറ്റി അല്ലെങ്കിൽ ഫോട്ടോമെട്രി റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന SI യൂണിറ്റ് ഏതാണ്? കണ്ടേളയാണ്. ഇവിടെ തന്നിരിക്കുന്ന എർഗ് മാത്രമാണ് SI യൂണിറ്റ് അല്ല, CGS സിസ്റ്റത്തിലെ യൂണിറ്റുകളാണ്. CGS സിസ്റ്റത്തിലെ യൂണിറ്റ് ആണ് എർഗ് എന്ന് പറയാം. എന്തിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു? വർക്കിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതാണ്. രണ്ടാമത്തെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. The natural tendency of objects to resist a change in their state of rest or uniform motion is known as dash. The natural tendency of objects to resist a change in their state of rest or uniform motion is called dash. എന്തായിരിക്കും? ഇനേർഷ്യ. ശരിയല്ലേ? ഇനേർഷ്യ. ഏത് ലോയിലെ ഇനേർഷ്യനെ പറ്റി പ്രതിപാദിക്കുന്നത്, അല്ലെങ്കിൽ ലോ ഓഫ് ഇനേർഷ്യ എന്നറിയപ്പെടുന്ന ഏത് ലോ ഓഫ് ഇനേർഷ്യ എന്നറിയപ്പെടുന്നത് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷനിലെ ഫസ്റ്റ് ലോ ആണ്. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. മോഷനെ പറ്റി ന്യൂട്ടൺ പ്രതിപാദിച്ചിരിക്കുന്ന 3 ലോസ് ഉണ്ട്. ആ 3 ലോസിൽ ഒന്നാമത്തെ
ഒന്നാമത്തെ ലോ ആണ് എന്തിനെ പറ്റി പ്രതിപാദിക്കുന്നത്? ഇനേർഷ്യയെ പറ്റി പ്രതിപാദിക്കുന്നത് ലോ ഓഫ് ഇനേർഷ്യ എന്ന് അറിയപ്പെടുന്നു. അതേപോലെ ഇവിടെ തന്നിരിക്കുന്ന ബാക്കിയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, ഒന്ന് മൊമെന്റം. ക്വസ്റ്റിന്റെ ഉത്തരം എന്താണ്? ക്വസ്റ്റിന്റെ ഉത്തരം ഇനർഷ്യ. നാച്ചുറൽ ടെൻഡൻസി ഓഫ് ഒബ്ജക്ട്സ് ടു റെസിസ്റ്റ് എ ചേഞ്ച് ഇൻ ദെയർ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ. ഒരു ഒബ്ജക്റ്റ് ആയിരിക്കുന്ന കണ്ടീഷനിൽ നിന്നും വ്യതിയാനം വരുത്താതിരിക്കാൻ വേണ്ടി അവർക്ക് ഉണ്ടാവുന്ന ഒരു ടെൻഡൻസി, ആ ഒരു ടെൻഡൻസിനെ എന്ത് പറയാ? ഇനേർഷ്യ എന്ന് പറയാം. ക്വസ്റ്റിന്റെ ഉത്തരം ഇനേർഷ്യ ആണ്. ഇനി ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ തന്നിരിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, ഒന്ന് മൊമെന്റം എന്താണ്? റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പൽ പി ആണ്. മൊമെന്റം എന്തിന്റെയൊക്കെ പ്രൊഡക്റ്റ് ആണ്? മാസിന്റെയും വെലോസിറ്റിയുടെയും പ്രൊഡക്റ്റ് ആണ്. മാസിന്റെയും വെലോസിറ്റിയുടെയും പ്രൊഡക്റ്റ് ആണ് എന്ത്? മൊമെന്റം എന്ന് പറയാം. മൊമെന്റം റെപ്രസെന്റ് ചെയ്യുന്നത് പി യൂസ് ചെയ്താണ്. പി ഈസ് ഈക്വൽ ടു എം വി, അല്ലെങ്കിൽ മാസ് ഇൻറ്റു വെലോസിറ്റി. മാസിന്റെയും വെലോസിറ്റിയുടെയും പ്രൊഡക്റ്റ് ആണ് മൊമെന്റം എന്ന് പറയുക. സൈഡായിട്ട് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? ഇനേർഷ്യ ആണ്. ഇനി മൊമെന്റത്തിന്റെ എസ് ഐ യൂണിറ്റ് എന്തായിരിക്കും? മാസിന്റെ എസ് ഐ യൂണിറ്റ് കെ ജി ഇൻറ്റു മീറ്റർ പെർ സെക്കൻഡ്. കെ ജി മീറ്റർ പെർ സെക്കൻഡ് ആണ്. എന്തിന്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറയാം? മൊമെന്റത്തിന്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറയാം. മൊമെന്റ് എന്തിന്റെയൊക്കെ പ്രൊഡക്റ്റ് ആണെന്ന് ഓർത്ത് വെക്കാം. മാസിന്റെ വെലോസിറ്റിയുടെയും പ്രൊഡക്റ്റ് ആണ് മൊമെന്റം. എസ് ഐ യൂണിറ്റ് കെ ജി മീറ്റർ പെർ സെക്കൻഡ്. അടുത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇവിടെ തന്നിരിക്കുന്ന ആക്സിലറേഷൻ ആണ്. എന്താണ് ആക്സിലറേഷൻ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് ആക്സിലറേഷൻ എന്ന് പറയാം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് കോൾഡ് ആക്സിലറേഷൻ. എങ്ങനെ എഴുതാം? ഫൈനൽ ആക്സിലറേഷൻ മൈനസ് ഇനീഷ്യൽ ആക്സിലറേഷൻ ഡിവൈഡഡ് ബൈ ടൈം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് ആക്സിലറേഷൻ എന്ന് പറയാം. ആക്സിലറേഷന്റെ എസ് ഐ യൂണിറ്റ് എന്തായിരിക്കും? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, അല്ലെങ്കിൽ ms⁻², മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. യൂണിറ്റുകൾ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ഇവിടെ ഈ ഒരു ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസിൽ തന്നിരിക്കുന്ന മറ്റൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ആണ്, അല്ലെ? ഫോഴ്സ് എന്തായിരിക്കും? ഫോഴ്സ് എന്തിന്റെയൊക്കെ പ്രൊഡക്റ്റ് ആണ്? മാസിന്റെയും ആക്സിലറേഷന്റെയും പ്രൊഡക്റ്റ് ആണ് എന്ത്? ഫോഴ്സ് എന്ന് പറയാം. മാസിന്റെയും ആക്സിലറേഷന്റെയും പ്രൊഡക്റ്റ് ആണ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഫോഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എസ് ഐ യൂണിറ്റ് എന്തുവാ? എസ് ഐ യൂണിറ്റ് ഓഫ് ഫോഴ്സ് ന്യൂട്ടൺ ആണ്. എസ് ഐ യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഈസ് ന്യൂട്ടൺ, അല്ലെങ്കിൽ കെ ജി മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതിനെ തന്നെയാണ് എന്ത് പറയാ? ന്യൂട്ടൺ എന്ന് പറയാ. ഫോഴ്സിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ഡെഫിനേഷൻ തരുന്ന ന്യൂട്ടന്റെ ലോ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ലോ ആയിരിക്കും? ഫോഴ്സിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ഡെഫിനേഷൻ തരുന്ന ന്യൂട്ടന്റെ ലോ എന്ന് പറയുന്നത് സെക്കൻഡ് ലോ ആണ്. സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആണ് ഫോഴ്സിനെ പറ്റിയുള്ള ഒരു ഡെഫിനേഷൻ തരുന്നത്. ഇത്രയും ഓർത്തു വെക്കുക. നാച്ചുറൽ ടെൻഡൻസി ഓഫ് ഒബ്ജക്ട്സ് ടു റെസിസ്റ്റ് എ ചേഞ്ച് ഇൻ ദെയർ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ. എന്താണത്? ഇനേർഷ്യ. ക്വസ്റ്റിന്റെ ഉത്തരം ഇനേർഷ്യ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോഴ്സ് ബിറ്റ്വീൻ ടു ഒബ്ജക്ട്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദെയർ മാസസ്. രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ഫോഴ്സ്, അതിന്റെ ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു ഫോഴ്സ് അവരുടെ മാസുകളുടെ പ്രൊഡക്റ്റിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ന് പറയുന്ന ലോ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്ന് പറയുന്നത് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആണ്. ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആണ് ആൻസർ എന്ന് പറയാം. ഈ ഒരു ലോ ഇമ്പോർട്ടന്റ് ആണ്. ന്യൂട്ടന്റെ തന്നെ ലോ ആണ്. ന്യൂട്ടന്റെ തന്നെ ലോ ആണ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഇമ്പോർട്ടന്റ് ആണ്. പ്രപ്പോസ് ചെയ്ത ആളാര്? ന്യൂട്ടൺ തന്നെയാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. രണ്ട് ബോഡി ഉണ്ട്, എ ഉണ്ട് ബി ഉണ്ടെങ്കിൽ എയും ബിയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ആണെങ്കിൽ, ഇവർക്കിടയിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിനോടൊക്കെ പ്രൊപ്പോർഷണൽ ആയിരിക്കും? ഒന്നാമത്തത് ഒബ്ജക്ട് എയുടെ മാസ് m1 ആയിട്ടും ഒബ്ജക്ട് ബിയുടെ മാസ് m2 ആയിട്ടും കരുതുക. ഒബ്ജക്ട് എയുടെ മാസ് m1 ആയിട്ടും ഒബ്ജക്ട് ബിയുടെ മാസ് m2 ആയിട്ടും കരുതുക. ഈ മാസുകളുടെ പ്രൊഡക്റ്റിനോട് എന്ത് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ഇവർക്കിടയിലുള്ള എയും ബിയും തമ്മിലുള്ള
ഇടയിലുള്ള ഒരു ഫോഴ്സ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഫോഴ്സ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദെയർ മാസസ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അതാണ്. M1 M2 രണ്ട് മാസുകളും തമ്മിലുള്ള പ്രൊഡക്റ്റിനോട് എന്ത് പ്രൊപ്പോർഷണൽ ആയിരിക്കും? രണ്ട് ബോഡീസിന് ഇടയിലുള്ള ഫോഴ്സ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഓർക്കേണ്ടത്, ഫോഴ്സ് എന്ന് പറയുന്നത് will be inversely proportional to the square of distance between the two objects. രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്താണ്? R ആണ്. ആറിന്റെ സ്ക്വയറിനോട്, ഈ ഒരു ഡിസ്റ്റൻസിന്റെ സ്ക്വയറിനോട് ഫോഴ്സ് എന്ത് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഫോഴ്സ് വിൽ ബി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ഒബ്ജക്ട്സ്. അപ്പൊ ഇതിനെ ഒന്നിച്ച് എങ്ങനെ എഴുതാം? ഫോഴ്സ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു M1 M2 by R square. M1 M2 by R square. M1 M2 by R square എന്ന് എഴുതാം. ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റിയുടെ സിമ്പലിനെ നമ്മൾ റിപ്ലേസ് ചെയ്യുന്നു. G എന്ന് പറയുന്ന കോൺസ്റ്റന്റ് യൂസ് ചെയ്ത് റീപ്ലേസ് ചെയ്യുന്നു. F is equal to GM1 M2 by R square. F is equal to GM1 M2 by R square എന്നുള്ള ഒരു ഇക്വേഷനിലേക്ക് എത്തുന്നു. F is equal to GM1 M2 by R square. F is equal to GM1 M2 by R square എന്നുള്ള ഒരു ഫോമിലേക്ക് എത്തുന്നു. ഇതിലെ G എന്താണ്? G എന്ന് പറയുന്നത് എന്തായിരിക്കും? G യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ്. യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ്. യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ്. യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് നോട്ട് ചെയ്തെടുക്കുക. യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ്. യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ്. ഇതിന്റെ വാല്യൂ ഇമ്പോർട്ടന്റ് ആണ്. ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 6.67 6.67 into 10 raised to minus 11 10 raised to minus 11 Newton meter square per kg square. Newton meter square per kg square. G എന്താന്ന് ഓർത്ത് വെക്കുക. G എന്താണ്? യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ആണ് G എന്ന് പറയുക. യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ആണ് G എന്ന് പറയുക. വാല്യൂ ഇമ്പോർട്ടന്റ് ആണ്. 6.67 into 10 raised to minus 11 Newton meter square per kg square. Newton meter square per kg square. Per kg square. ഇത്ര ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻ എന്താണ്? ഫോഴ്സ് ബിറ്റ്വീൻ ദ ടു ഒബ്ജക്ട്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദെയർ മാസസ് എന്ന് പറയുന്ന ലോ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഓപ്ഷൻ സി, ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഇനി ഇവിടെ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒന്നാമത്തെ ലോ ആണ് ന്യൂട്ടൺസ് ലോ ഓഫ് മോഷനിൽ ഒന്നാമത്തെ ലോ ആണ് ലോ ഓഫ് ഇനേർഷ്യ. ലോ ഓഫ് ഇനേർഷ്യ ശരിയല്ലേ? ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ആണ്. അതുകൂടെ ഓർത്ത് വെക്കുക. ഫസ്റ്റ് ലോ ഓഫ് ന്യൂട്ടൺ ആണ്. ലോസ് ഓഫ് മോഷനിൽ ഫസ്റ്റ് ലോ ആണ് എന്ത് പറയാ? ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറയാം. അതുകൂടെ ഈ കൂടെ ഓർത്ത് വെക്കുക. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എളുപ്പമാണ്. ഹൂ ഇൻവെന്റഡ് ഇലക്ട്രിക് ബൾബ്? ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആരാണ്? ഫിസിസിസ്റ്റ് ആരാണ്? തോമസ്. ഓക്കെ, തോമസ് ആൽവ എഡിസൺ. ഓപ്ഷൻ നമ്പർ ബി. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ്. ബൾബ് കണ്ടുപിടിച്ച ആരാണ്? എഡിസൺ ആണ്. ഇനി എഡിസനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ഇമ്പോർട്ടൻറ്റ് ഡിസ്കവറീസ് ഏതെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തേത് ഫോണോഗ്രാഫ്. കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല, ഓർത്തു വെക്കാൻ വേണ്ടി എഡിസൺ ഡിസ്കവർ ചെയ്ത മറ്റു ചില സാധനങ്ങളാണ്. ഒന്ന് ഫോണോഗ്രാഫ്, ഫോണോഗ്രാഫ് ഒന്ന്. പിന്നെ രണ്ട് മോഷൻ പിക്ചർ ക്യാമറ. മോഷൻ പിക്ചർ ക്യാമറ. പിക്ചർ ക്യാമറ. മോഷൻ പിക്ചർ ക്യാമറ. മോഷൻ പിക്ചർ ക്യാമറ. അപ്പം ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ച ആരാണ്? എഡിസൺ ആണ്. ഫോണോഗ്രാഫ് കണ്ടുപിടിച്ച ആരാണ്? അതും എഡിസൺ ആണ്. മോഷൻ പിക്ചർ ക്യാമറ കണ്ടുപിടിച്ച ആരാണ്? അതും എഡിസൺ ആണ്. ഫോണോഗ്രാഫ് വാസ് ഡിസ്കവേർഡ് ബൈ തോമസ് ആൽവ എഡിസൺ. മോഷൻ പിക്ചർ ക്യാമറ വാസ് ഡിസ്കവേർഡ് ബൈ തോമസ് ആൽവ എഡിസൺ. ഐൻസ്റ്റീൻ കണ്ടുപിടിച്ച, ഐൻസ്റ്റീൻ്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം എന്തായിരിക്കും? ഐൻസ്റ്റീൻ കണ്ടുപിടിച്ച തിയറി ഉണ്ട്. തിയറിയാണ് ഓർത്ത് വെക്കേണ്ടത്. തിയറി ഓഫ് റിലേറ്റിവിറ്റി. തിയറി ഓഫ് റിലേറ്റിവിറ്റി. തിയറി ഓഫ് റിലേറ്റിവിറ്റി. തിയറി ഓഫ് റിലേറ്റിവിറ്റി ഓർത്ത് വെക്കുക. തിയറി ഓഫ് റിലേറ്റിവിറ്റി ഡിസ്കവർ ചെയ്ത ആളാണ്, പ്രപ്പോസ് ചെയ്ത ആളാണ് ഐൻസ്റ്റീൻ ആണ്. ന്യൂട്ടന്റെ എന്തുവാ? ന്യൂട്ടന്റെ ഓൾറെഡി നമ്മൾ പറഞ്ഞു. ലോസ് ഓഫ് മോഷൻ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഓർത്ത് വെക്കുക. ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റിന്റെ വാല്യൂ ഓർത്ത് വെക്കുക. 6.67 into 10 raised to minus 11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കെ ജി സ്ക്വയർ. ഓൾറെഡി പറഞ്ഞ സാധനമാണ്. ഇപ്പൊ ന്യൂട്ടന്റെ കേസിൽ വേറൊരു പോയിന്റ് കൂടെ ഓർത്ത് വെക്കുക. ന്യൂട്ടൺ ഫിസിക്സിന്റെയും മാത്സിന്റെ ഒക്കെ ബേസിക് ആയിട്ടുള്ള ലോസ്, നിയമങ്ങളൊക്കെ, റൂളുകളൊക്കെ എഴുതിയ ബുക്കിന്റെ പേര് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രിൻസിപ്പിയ. പ്രിൻസിപ്പിയ ഫുൾ നെയിം അല്ല ഇത്, ഇത്രയെങ്കിലും ഓർത്ത് വെക്കുക. പ്രിൻസിപ്പിയ എന്ന് പറഞ്ഞ ബുക്ക് ഓർത്ത് വെക്കുക. എഴുതിയതാരാണ്? ന്യൂട്ടൺ ആണ്. ബുക്ക് റിട്ടൺ ബൈ ന്യൂട്ടൺ ഓൺ ദ ബേസിക് ലോസ് ഓഫ് മാത്സ് ആൻഡ് ഫിസിക്സ്.
മാത്സിന്റെ ഫിസിക്സിന്റെ ബേസിക് ആയിട്ടുള്ള ലോസിനെ പറ്റി ലോസ് ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ന്യൂട്ടൺ എഴുതിയ ബുക്കാണ് പ്രിൻസിപ്പിയ എന്ന് പറയുക. എഴുതിയ വർഷം ഇമ്പോർട്ടന്റ് ആണ്. വർഷം എന്ന് പറയുന്നത് 1687 1687 ഇത് പബ്ലിഷ് ചെയ്തതെന്ന് പറയുന്നത്. 1687 ഇത് പബ്ലിഷ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് ഓപ്ഷൻ ഡി ഏതാണ്? അലക്സാണ്ടർ ഗ്രഹാം ബെൽ. അലക്സാണ്ടർ ഗ്രഹാം ബെൽ ഡിസ്കവർ ചെയ്തത് എന്തായിരിക്കും? ഡിസ്കവർ ചെയ്തത് ടെലിഫോൺ. ഇമ്പോർട്ടന്റ് ആയിട്ട് 4 പേരുടെ ഡിസ്കവറീസ് പറഞ്ഞു, ഓർത്ത് വെക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഇലക്ട്രിക് ബൾബ് ഡിസ്കവർ ചെയ്ത ആളാണ് തോമസ് ആൽവ എഡിസൺ. തോമസ് ആൽവ എഡിസൺ തന്നെയാണ് എന്തൊക്കെ ഡിസ്കവർ ചെയ്തത്? ഫോണോഗ്രാഫ് ഡിസ്കവർ ചെയ്തതും അതേപോലെ മോഷൻ പിക്ചർ ക്യാമറ ഡിസ്കവർ ചെയ്ത ആരാണ്? എഡിസൺ ആണ്. ഇത്രയും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതും ഫിസിക്സിന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്ട് പെർ യൂണിറ്റ് ടൈം ഈസ് റെഫേർഡ് as. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് അവിടെ ഡിവൈഡഡ് ബൈ ടൈം വരുന്നുണ്ട് അല്ലെ? റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ എന്തുവാ? ഒരു നിശ്ചിത സമയത്തിൽ നടക്കുന്ന മാറ്റമാണ് റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഓൾറെഡി പറഞ്ഞാണ്, ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടി. ഇതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറയാം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറയുന്നത് എന്താണ്? ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ ആണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറയാം. ആക്സിലറേഷൻ ഓപ്ഷൻ സി. ഉത്തരം ഓപ്ഷൻ സി. ആക്സിലറേഷൻ ആണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറയാം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഓർത്ത് വെക്കാം. SI യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെങ്കിൽ ഡയമെൻഷൻ ഫോർമുല എങ്ങനെ എഴുതാം? ഡയമെൻഷൻ ഓഫ് ആക്സിലറേഷൻ എന്തൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന? ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിലെ മാസ്, ലെങ്ത്, ടൈം ആണ് നമ്മൾ ഡയമെൻഷൻ ഫോർമുലയ്ക്ക് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ മാസ് എന്ന് പറഞ്ഞ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈ ആക്സിലറേഷനിൽ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് മാസിന്റെ പവർ എന്താണ്? 0 ആണ്. ലെങ്ത് ഉണ്ടോ? ലെങ്ത് ഉണ്ട്. എത്ര യൂണിറ്റ് ഉണ്ട്? എത്ര പവറിലുണ്ട്? 1 മീറ്റർ ആണുള്ളത്. അപ്പോൾ ലെങ്ത്തിന്റെ പവർ 1. ഇനി ഇവിടെ ടൈമിന്റെ പവർ ഉണ്ടോ? ടൈമിന്റെ യൂണിറ്റ് ഉണ്ടോ? ടൈമിന്റെ യൂണിറ്റ് ഉണ്ട്. സെക്കൻഡ് ഉണ്ട്. പക്ഷെ സെക്കൻഡ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പം -2 ml m⁻⁴ l⁻⁴ t⁻². m⁻⁴ l⁻⁴ t⁻². ഇതാണ് ആക്സിലറേഷന്റെ ഡയമെൻഷൻ ഫോർമുല എന്ന് പറയുന്നത്. ഡയമെൻഷൻ ഫോർമുല ഓഫ് ആക്സിലറേഷൻ m⁻⁴ l⁻⁴ t⁻². നമ്മൾ ഓൾറെഡി ഫോഴ്സിന്റെ ഇക്വേഷൻ പറഞ്ഞാണ്. ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ശരിയാണല്ലോ. ഫോഴ്സിന്റെ ഡയമെൻഷൻ ഫോർമുല എങ്ങനെ എഴുതാം? ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് എങ്ങനെ എഴുതാം? ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? മാസ് ഉണ്ട്. മാസിന്റെ പവർ എന്താണ്? 1 ആണ്. പിന്നെന്താണ്? ആക്സിലറേഷൻ എന്താണെന്ന് ഓൾറെഡി നമുക്കറിയാം. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അല്ലെ? അല്ലെങ്കിൽ വെലോസിറ്റി ബൈ ടൈം തന്നെയാണ്. വെലോസിറ്റി എന്ന് പറയാൻ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് അല്ലെ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് ആക്സിലറേഷൻ എന്ന് പറയാം. അപ്പൊ മീറ്റർ ഉണ്ട്. ലെങ്ത്തിന്റെ പവർ എന്ത് വരും? 1 വരും. ml t⁻². രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് പഠിച്ചു വെക്കുക. ഡയമെൻഷൻ ഫോർമുലാസ് ബേസിക് ആയിട്ടുള്ള മോഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബേസിക് ക്വാണ്ടിറ്റീസിന്റെ ഒക്കെ ഡയമെൻഷൻ ഫോർമുല ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്ട് പെർ യൂണിറ്റ് ടൈം ഈസ് കോൾഡ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്നാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി അറിയപ്പെടുക. ഡയമെൻഷൻ ഫോർമുല ഓർത്തോ. ആക്സിലറേഷന്റെ m⁻⁴ l⁻⁴ t⁻². നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്. Which of the following scientific instrument is used to measure atmospheric pressure? ഏതായിരിക്കും? ബാരോമീറ്റർ ആണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സയന്റിഫിക് ഇൻസ്ട്രുമെന്റ്. ഓപ്ഷൻ ഡി ബാരോമീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സയന്റിഫിക് ഇൻസ്ട്രുമെന്റ് ഏതാണ്? ബാരോമീറ്റർ ആണ്.
തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ബാക്കിയുള്ളത് ഒന്നാമത്തെ അമ്മീറ്റർ. അമ്മീറ്റർ എന്തായിരിക്കും? കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന, ഇലക്ട്രിക് കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് അമ്മീറ്റർ എന്ന് പറയുക. ഫോട്ടോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫോട്ടോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷന്റെ പവറിനെ അളക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ഫോട്ടോമീറ്റർ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ പവർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ പവറിനെ അളക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ഫോട്ടോമീറ്റർ എന്ന് പറയുക. അതിന്റെ റേഞ്ച് കൂടെ ഓർത്ത് വെക്കുക. അൾട്രാവയലറ്റ് ടു ഇൻഫ്രാറെഡ്. അൾട്രാവയലറ്റ് തൊട്ട് ഇൻഫ്രാറെഡ് വരെയുള്ള ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ ഇലക്ട്രോമാഗ്നറ്റിക് വേവുകളുടെ റേഡിയേഷനുകളുടെ പവർ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ഫോട്ടോമീറ്റർ എന്ന് പറയുക. ഇവിടെ തന്നെയാണ് എന്ത് വരിക? വിസിബിൾ ആയിട്ടുള്ള ലൈറ്റും വരിക. വിസിബിൾ ലൈറ്റിന്റെ പവർ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് തന്നെയാണ്? ഫോട്ടോമീറ്റർ ആണ്. ഇനി അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിവൈസ് തന്നെയാണ് ബോളോമീറ്റർ. എന്തായിരിക്കും ബോളോമീറ്റർ? വാട്ട് ഈസ് ബോളോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് റേഡിയേഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയുള്ള ഡിവൈസ് ആണ് ബോളോമീറ്റർ എന്ന് പറയാം. ഹീറ്റ് റേഡിയേഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയുള്ള ഡിവൈസ് ആണ് എന്ത് പറയാ? ബോളോമീറ്റർ എന്ന് പറയാം. ഹീറ്റ് റേഡിയേഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയുള്ള ഡിവൈസ് ആണ് ബോളോമീറ്റർ എന്ന് പറയാം. അപ്പൊ ബാരോമീറ്റർ ഓർത്തുക. ക്വസ്റ്റ്യൻ എന്താണ്? സയന്റിഫിക് ഇൻസ്ട്രുമെന്റ് വിച്ച് ഈസ് യൂസ്ഡ് ടു മെഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ഓർത്ത് വെക്കുക. ബാരോമീറ്റർ ആണ്. ബോളോമീറ്റർ എന്തിനു യൂസ് ചെയ്യുന്നു? ഹീറ്റ് റേഡിയേഷൻ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഫോട്ടോമീറ്റർ എന്തിനു യൂസ് ചെയ്യുന്നു? ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ പവർ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ഫോട്ടോമീറ്റർ എന്ന് പറയുക. അതിനുശേഷം അമ്മീറ്റർ അമ്മീറ്റർ എന്താണ്? ഒരു സർക്യൂട്ടിലെ ഇലക്ട്രിക് കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് അമ്മീറ്റർ എന്ന് പറയുക. അമ്മീറ്റർ എന്ന് പറയുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ഡാഷ്? വാട്ട് എന്ന് പറയുന്നത് എന്തിന്റെ SI യൂണിറ്റ് ആണ്? വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ക്വസ്റ്റ്യൻ? ഓക്കെ, ഇപ്പൊ വന്നോ? ഇപ്പൊ അത് 8-ലായി. ഓക്കെ, വന്നോളൂ, റെഡി ആയിക്കോളൂ. വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ഡാഷ്? വാട്ട് എന്തിന്റെ SI യൂണിറ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വാട്ട് എന്തിന്റെ ആയിരിക്കും? വാട്ട് പവറിന്റെ SI യൂണിറ്റ് ആണ്. SI യൂണിറ്റ് ഓഫ് പവർ ഈസ് വാട്ട്? SI യൂണിറ്റ് ഓഫ് പവർ ആണ് വാട്ട് എന്ന് പറയുക. എന്തായിരിക്കും പവർ? വാട്ട് ഈസ് പവർ? പവർ ഇമ്പോർട്ടന്റ് ആണ്. പവറിനെ ഡിഫൈൻ ചെയ്യുക. കേൾക്കാമോ? ഹലോ, പവറിനെ ഡിഫൈൻ ചെയ്യുക. കപ്പാസിറ്റി ഓഫ് ഡൂയിങ് വർക്ക്, അല്ലെങ്കിൽ കപ്പാസിറ്റി അല്ല, റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് എന്നാണ് എന്തിനെ വിശേഷിപ്പിക്കുക? പവറിനെ വിശേഷിപ്പിക്കുക. റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്, ഒരു നിശ്ചിത ടൈം പീരീഡിൽ എത്ര വർക്ക് ചെയ്യുന്നു എന്നുള്ളതിന്റെ മെഷറിനെയാണ് എന്ത് പറയാ? വർക്ക് ഡിവൈഡ് ബൈ ടൈം, റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. അതിനെയാണ് എന്ത് പറയാ? പവർ എന്ന് പറയാം. ഇനി ഇവിടെ തന്നെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ തന്നിരിക്കുന്ന ബാക്കി ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ, കറണ്ടിന്റെ SI യൂണിറ്റ് ഓൾറെഡി അറിയാം, എന്താണ്? ആംപിയർ ആണ്. SI യൂണിറ്റ് ഓഫ് കറണ്ട് ഈസ് ആംപിയർ. ഇമ്പോർട്ടന്റ് ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്, അതുകൊണ്ടാണ് പിന്നെയും പറയുന്നത്. SI യൂണിറ്റ് ഓഫ് കറണ്ട് ഈസ് ആംപിയർ. റെസിസ്റ്റൻസിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓം എന്ന് പറയുന്ന SI യൂണിറ്റ് ആണ് റെസിസ്റ്റൻസിന് യൂസ് ചെയ്യുക. ഓംസ് ലോ എന്തുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു? ഓംസ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റൻസിനെ എന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ലോ ആണ് ഓംസ് ലോ എന്ന് പറയുക. അത് പ്രൊപ്പോസ് ചെയ്ത സയന്റിസ്റ്റിന്റെ പേരിലാണ് ഈ ഒരു SI യൂണിറ്റ് അറിയപ്പെടുക. SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഈസ് ഓം.
പവറിന്റെ എസ് ഐ യൂണിറ്റ് പറഞ്ഞു വാട്ട് ആണ്. വോൾട്ടേജിന്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ട് ആണ്, വോൾട്ട്. ഇനി വോൾട്ടേജിന്റെ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ എസ് ഐ യൂണിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും എന്ത് തന്നെയാണ്? വോൾട്ട് തന്നെയാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ എസ് ഐ യൂണിറ്റ് എന്താണ്? വോൾട്ട് തന്നെയാണ്. എസ് ഐ യൂണിറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ വോൾട്ട് ആണ്. ഇത്രയും കിട്ടിയെന്ന് തോന്നുന്നു. നെക്സ്റ്റ്, ഇത് ഓൾറെഡി പറഞ്ഞാണ് എസ് ഐ യൂണിറ്റ് ഓഫ് വെലോസിറ്റിയുടെ എസ് ഐ യൂണിറ്റ്. വെലോസിറ്റി എന്താണെന്നറിയാം. വെലോസിറ്റി എങ്ങനെ ഡിഫൈൻ ചെയ്യാം? വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. വെലോസിറ്റി ഈസ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. എന്തായിരിക്കും ഡിസ്പ്ലേസ്മെന്റ്? സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയാ? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അതിനെയാണ് എന്ത് പറയാ? വെലോസിറ്റി എന്ന് പറയാ. എസ് ഐ യൂണിറ്റ് എന്ത് പറയും? മീറ്റർ പെർ സെക്കൻഡ്. എസ് ഐ യൂണിറ്റ് ഓഫ് വെലോസിറ്റി ഈസ് മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എസ് ഐ യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ. സ്ക്രീൻ കാണാമോ? ഓക്കെ. എസ് ഐ യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്നറിയപ്പെടുക കെൽവിൻ ആണ്. ഓൾറെഡി പറഞ്ഞ സാധനമാണ്. എസ് ഐ യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്നറിയപ്പെടുക കെൽവിൻ ആണ്. എസ് ഐ യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്നറിയപ്പെടുക കെൽവിൻ ആണ്. എസ് ഐ യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്നറിയപ്പെടുക കെൽവിൻ ആണ്. എസ് ഐ യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ ഈസ് കെൽവിൻ. എസ് ഐ യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ ഈസ് കെൽവിൻ. കണ്ടേള എന്തിന്റെയാന്ന് പറഞ്ഞാണ്? കണ്ടേള എന്തുവാ? ലൂമിനസ് ഇന്റൻസിറ്റി അല്ലെങ്കിൽ ഫോട്ടോമെട്രി, ഇതിന്റെയൊക്കെ എസ് ഐ യൂണിറ്റ് എന്താണ്? കണ്ടേളയാണ്. കണ്ടേള ഈസ് എസ് ഐ യൂണിറ്റ് ഓഫ് ലൂമിനസ് ഇന്റൻസിറ്റി അല്ലെങ്കിൽ ഫോട്ടോമെട്രിയുടെ ലൂമിനസ് ഇന്റൻസിറ്റിയുടെ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കണ്ടേളയാണ്. റൂമർ സ്കെയിൽ ആണ്. ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്കെയിലാണ് റൂമർ സ്കെയിൽ. ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നില്ല. ആംപിയർ എസ് ഐ യൂണിറ്റ് കറണ്ടിന്റെ ആണെന്ന് ഓൾറെഡി പറഞ്ഞതാണ്. ഇനി 10ാമത്തെ ചോദ്യം, എസ് ഐ യൂണിറ്റ് ഓഫ് പവർ ഓഫ് ലെൻസ്. ലെൻസിന്റെ പവറിന്റെ എസ് ഐ യൂണിറ്റ്. ലെൻസ് നമുക്കറിയാം 2 ടൈപ്പ് ഉണ്ട്. കോൺവെക്സ് ഉണ്ട്, കോൺകേവ് ഉണ്ട്. നമുക്കറിയാവുന്നതാണ്. കോൺവെക്സ് ഉണ്ട്, കോൺകേവ് ഉണ്ട്. അതിൽ ബൾജ് ചെയ്ത് നിൽക്കുന്ന ലെൻസിനെയാണ് എന്താ പറയാ? പുറം ഭാഗത്ത് ബൾജ് ചെയ്ത് നിൽക്കുന്നതാണ് കോൺവെക്സ് എന്ന് പറയുക. പിന്നെ റിഫ്ലക്റ്റിംഗ് ആയിട്ടുള്ള സർഫേസ് അല്ലെങ്കിൽ റിഫ്രാക്ട് ചെയ്യുന്ന സർഫേസ് അകത്തോട്ട് നിൽക്കുന്നതാണ് എന്താ പറയാ? കോൺകേവ് എന്ന് പറയാം അല്ലെ? കോൺകേവ് കോൺവെക്സ്. അപ്പൊ ഈ കോൺവെക്സ് ലെൻസിന്റെയും കോൺകേവ് ലെൻസിന്റെയും പവറിന്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത്, പവറിന്റെ ഫോർമുല ആദ്യം ഓർത്ത് വെക്കുക. P is equal to 1/f. 1/f എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? F എന്തായിരിക്കും? ഫോക്കൽ ലെങ്ത് ആണ്. F എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത്. ഇനി ഈ പവറിന്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത്, എസ് ഐ യൂണിറ്റ് ഓഫ് പവർ ഈസ് ഡയോപ്റ്റർ ആണ്. എന്തിന്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറയാ? പവർ ഓഫ് ലെൻസിന്റെ പവറിന്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറയാ ഡയോപ്റ്റർ ആണ്. ഇനി ഇവിടെ വാട്ട് ഓൾറെഡി പറഞ്ഞാണ്. നോർമലായിട്ട് പവറിന്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്ന വാട്ടാണ്. ലെൻസിന്റെ പവറിന്റെ എസ് ഐ യൂണിറ്റ് ആണ് ഇപ്പൊ പറഞ്ഞ ഡയോപ്റ്റർ. പവറിന്റെ ഫോർമുല ഓർത്ത് വെക്കുക. ലെൻസിന്റെ P is equal to 1/f, 1 focal length. ജൂള് എന്തിന്റെ എസ് ഐ യൂണിറ്റ് ആയിരിക്കും? ജൂൾ വർക്ക് എനർജി ഇതിന്റെയൊക്കെ എസ് ഐ യൂണിറ്റ് ആണ് ജൂൾ എന്ന് പറയാം. വർക്കിന്റെ എനർജിയുടെ ഒക്കെ എസ് ഐ യൂണിറ്റ് ആണ്. അതേപോലെ ഹീറ്റിന്റെ എസ് ഐ യൂണിറ്റ് ആണ് ജൂൾ എന്നൊക്കെ പറയാം. വർക്ക് എനർജി ഹീറ്റ്, ഇത്ര ഓർത്ത് വെക്കുക. വർക്ക് എനർജി ഹീറ്റിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് ജൂൾ എന്ന് പറയാം. കിലോവാട്ട് അവർ എന്ന് പറഞ്ഞാൽ പവറിനെ തന്നെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ്. എസ് ഐ യൂണിറ്റ് അല്ല, പവറിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ്, എസ് ഐ യൂണിറ്റ് അല്ല. ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കുക. ഫിസിക്സിന്റെ സെക്ഷൻ അത്രയും കൊണ്ട് തീരുവാണ്.
11ാമത്തെ ചോദ്യം ഒരു 4-5 ക്വസ്റ്റ്യൻ കെമിസ്ട്രി എന്ന് ചോദിച്ചുകൊണ്ട് ഈ ഇടയ്ക്ക് കഴിഞ്ഞ GD കോൺസ്റ്റബിളിന്റെ കഴിഞ്ഞ കൊല്ലത്തെ GD കോൺസ്റ്റബിളിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. 1ാമത്തെ ചോദ്യം, the modern periodic table has 18 vertical columns known as groups and horizontal rows known as periods. എത്ര periods ആണുള്ളത്? 18 ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞു. വെർട്ടിക്കൽ കോളംസ് ആണ് ഗ്രൂപ്പുകൾ എന്ന് പറയാം അല്ലെ. പീരിയോഡിക് ടേബിളിന്റെ ഫിഗർ നിങ്ങൾക്ക് കാണാം. 18 ഗ്രൂപ്പുകളാണുള്ളത്. ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 3 ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ടുള്ള കോളംസിനെയാണ് എന്ത് പറയാ? ഗ്രൂപ്പുകൾ എന്ന് പറയാ. പീരിയഡ്സ് ആണ് എന്ത്? ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റോസിനെയാണ് എന്ത് പറയാ? പീരിയഡ്സ് എന്ന് പറയാം. അപ്പം എത്ര പീരീഡ് ആണുള്ളതാണെന്ന് ചോദ്യം. 7 പീരീഡ്സ് ആണ് ഉണ്ടാവുക. ഓർത്ത് വെക്കുക, മോഡേൺ പീരിയോഡിക് ടേബിളിൽ 18 ഗ്രൂപ്പ്സും 7 പീരീഡ്സും ആണ് ഉണ്ടാവുക. 7 പീരീഡ്സ് ആണ് ഉണ്ടാവുക. ഇമ്പോർട്ടന്റ് ആണ്. 7 പീരീഡ്സ് ആണ് മോഡേൺ പീരിയോഡിക് ടേബിളിൽ ഉണ്ടാവുക. ഗ്രൂപ്പ്സ് എത്രയാണ്? 18 ഗ്രൂപ്പ്സ് ആണ് ഉണ്ടാവുക. ഇനി ഈ പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ട് 1-2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്റ്റുകളുണ്ട്. അതിൽ കൂടെ അങ്ങ് പറഞ്ഞു പോവാം. അതിനു മുമ്പ് ഈ 13ാമത്തെ ക്വസ്റ്റ്യനോടെ നോക്കാം. ഹൗ മെനി ട്രയാഡ്സ് വെയർ ഐഡന്റിഫൈഡ് ബൈ ഡോബറൈനർ ഇൻ ഹിസ് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലിമെന്റ്സ്? എലിമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? പീരിയോഡിക് ടേബിൾ യൂസ് ചെയ്യുക. അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ട പീരിയോഡിക് ടേബിൾ എന്താണ്? മോഡേൺ ആയിട്ടുള്ള പീരിയോഡിക് ടേബിൾ ആണ്. അപ്പൊ ഇതിനൊക്കെ മുമ്പ് ആദ്യമായിട്ടൊരു പീരിയോഡിക് ടേബിൾ എന്നുള്ള തലത്തിലേക്ക് ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ച ആരാണ്? ഡോബറൈനർ ആണ്. ഇദ്ദേഹം ഈ ഒരു ട്രയാഡ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ആസ്പദമാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? എലിമെന്റ്സിനെ ഗ്രൂപ്പ് ചെയ്യുന്നത്. ട്രയാഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 എലിമെന്റുകളുള്ള ഒരു ഗ്രൂപ്പിനെയാണ് എന്ത് പറയാ? ട്രയാഡ് എന്ന് പറയാം. 3 എലിമെന്റുകളുള്ള 3 ട്രയാഡ്സ് ആണ്. എത്ര ട്രയാഡുകളാണ് ഉണ്ടാവുക എന്നാണ് ക്വസ്റ്റ്യൻ. 3 ട്രയാഡ്സ് ആണ് ഉണ്ടാവുക. ഡോബറൈനറുടെ ട്രയാഡ്സ് ക്ലാസിഫിക്കേഷനിൽ 3 എലിമെന്റുകളാണ് ഒരു ട്രയാഡിൽ ഉണ്ടാവുക. അത്തരത്തിലുള്ള 3 ട്രയാഡുകൾ 3 ട്രയാഡ്സ് ആണ് ഡോബറൈനറുടെ ക്ലാസിഫിക്കേഷനിൽ, എലിമെന്റ്സിന്റെ ക്ലാസിഫിക്കേഷനിൽ കാണപ്പെടുക. 3 എലിമെന്റ്സ് ഉള്ള 3 ട്രയാഡ്സ്. എത്ര ട്രയാഡാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ട്രയാഡാണ്. ഒരു ട്രയാഡിൽ എത്ര എലിമെന്റ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 3 എലിമെന്റ്സ് ആണ് ഒരു ട്രയാഡിൽ ഉണ്ടാവുക. ഇനി ഈ ഡോബറൈനറുടെ കേസ് പറയുമ്പോൾ അവിടെ ഓർത്ത് വെക്കേണ്ടത്, ഈ ഒരു ട്രയാഡ്സിന്റെ തിയറി അദ്ദേഹം പ്രൊപ്പോസ് ചെയ്ത വർഷം ഇമ്പോർട്ടന്റ് ആണ്. 1817 1817 ഡോബറൈനർ ഇദ്ദേഹത്തിന്റെ ഈ ഒരു തിയറി, ട്രയാഡ്സ് തിയറി, അതായത് 3 എലിമെന്റ്സിനെ ഒരു ട്രയാഡ് ആക്കിയിട്ടുള്ള ഈ ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം പ്രൊപ്പോസ് ചെയ്യുന്നത് 1817 എന്ത് ഫീച്ചറിനെ അടിസ്ഥാനമാക്കിയാണ് ഇത്തരത്തിലുള്ള ട്രയാഡ് സിസ്റ്റം ഇദ്ദേഹം രൂപകൽപ്പന ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റോമിക് മാസ് എന്നുള്ള എലിമെന്റിന്റെ പ്രോപ്പർട്ടീനെ അടിസ്ഥാനമാക്കിയാണ് ഇദ്ദേഹം ട്രയാഡ്സിനെ രൂപകൽപ്പന ചെയ്യുന്നത്. അറ്റോമിക് മാസിനെ എന്നുള്ള പ്രോപ്പർട്ടീനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇദ്ദേഹം ട്രയാഡ്സ് രൂപകൽപ്പന ചെയ്യുന്നത്. ഇനി ഇവിടെ ഓർത്ത് വെക്കേണ്ട പോയിന്റ്, ഒരു ട്രയാഡിൽ 3 എലിമെന്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇതില് ഫസ്റ്റ് എലിമെന്റിന്റെയും തേർഡ് എലിമെന്റിന്റെയും അറ്റോമിക് മാസുകളുടെ ആവറേജ് ആണ് എന്ത്? സെക്കൻഡ് എലിമെന്റിന്റെ അറ്റോമിക് മാസ്. ഫസ്റ്റ് എലിമെന്റിന്റെ അറ്റോമിക് മാസിന്റെയും തേർഡ് എലിമെന്റിന്റെ, 3 എലിമെന്റുകളാണ് ഒരു ട്രയാഡിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞു. ഫസ്റ്റ് എലിമെന്റിന്റെ അറ്റോമിക് മാസിന്റെയും തേർഡ് എലിമെന്റിന്റെ അറ്റോമിക് മാസിന്റെയും ആവറേജ് ആണ് സെക്കൻഡ് എലിമെന്റിന്റെ അറ്റോമിക് മാസ് എന്ന് പറയാം. ഈ ഒരു തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് ആര് ട്രയാഡ്സ് തിയറി പ്രൊപ്പോസ് ചെയ്യുന്നത്? ഡോബറൈനർ അദ്ദേഹത്തിന്റെ ട്രയാഡ്സ് തിയറി പ്രൊപ്പോസ് ചെയ്യുന്നത്. അപ്പം ഡോബറൈനറുടെ ക്ലാസിഫിക്കേഷൻ എന്താണ്? ട്രയാഡ് തിയറി എന്നാണ് അറിയപ്പെടുക. ഇതിൽ 3 ട്രയാഡ്സ് ഉണ്ട്. ഓരോ ട്രയാഡിലും എന്തുണ്ട്? ഓരോ ട്രയാഡിലും എത്ര എലിമെന്റ് ഉണ്ട്? 3 എലിമെന്റുകളുണ്ട്. ഏത് വർഷമാണ് ഇത് പ്രൊപ്പോസ് ചെയ്യപ്പെടുന്നത്? 1817 1817 ഇത് പ്രൊപ്പോസ് ചെയ്യപ്പെടുന്നത്. എന്ത് ഫീച്ചറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ട്രയാഡ്സ് പ്രൊപ്പോസ് ചെയ്യപ്പെട്ടത്? അറ്റോമിക് മാസിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പ്രൊപ്പോസ് ചെയ്യപ്പെട്ടത്. എങ്ങനെയാണ് ഈ ട്രയാഡ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടാവുക?
3 എലിമെന്റ്സ് ഉണ്ടാവും. അതില് സെക്കൻഡ് എലിമെന്റിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് ഫസ്റ്റ് എലിമെന്റിന്റെ അറ്റോമിക് മാസിന്റെയും തേർഡ് എലിമെന്റിന്റെ അറ്റോമിക് മാസിന്റെ എന്താണ് ആവറേജ് ആയിരിക്കും. ഫസ്റ്റ് എലിമെന്റിന്റെ അറ്റോമിക് മാസിന്റെയും തേർഡ് എലിമെന്റിന്റെ അറ്റോമിക് മാസിന്റെയും ആവറേജ് ആയിരിക്കും. ഇത്തരത്തിലാണ് എന്ത് പ്രപ്പോസ് ചെയ്യപ്പെടുന്നത്? ട്രയാഡ്സ് തിയറി പ്രപ്പോസ് ചെയ്യപ്പെടുന്നത്. ഇതാണ് പീരിയോഡിക് ടേബിളിൽ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയാം. ഈ ട്രയാഡ്സ് തിയറി പ്രപ്പോസ്ഡ് ബൈ ഡോബറൈനർ ഇൻ 1870 1817 പ്രപ്പോസ് ചെയ്യപ്പെടുന്ന ട്രയാഡ്സ് തിയറി. ഇതാണ് എലിമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് നടത്തിയ ഒരു കാൽവെപ്പ് എന്ന് പറയാം. ഇനി രണ്ടാമത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു ലോ എന്ന് പറയുന്നത് ട്രയാഡ്സ് തിയറി പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രയാഡ് തിയറി ആയിരുന്നു. അതിനുശേഷം കുറച്ചുകൂടി ഇംപ്രൂവ്ഡ് ആയിട്ട് ഉള്ള ഒരു ലോ ആണ് ന്യൂലൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയാം. ഇത് പ്രപ്പോസ് ചെയ്യപ്പെട്ട വർഷം ഇമ്പോർട്ടന്റ് ആണ്. ഇത് പ്രപ്പോസ് ചെയ്യപ്പെട്ടത് 1865 1865 ന്യൂലൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് പ്രപ്പോസ് ചെയ്യപ്പെടുന്നത്. 1865 ന്യൂലൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് പ്രപ്പോസ് ചെയ്യപ്പെടുന്നത്. ഇവിടെയും ഈ ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിലും യൂസ് ചെയ്തിരുന്നത് ഫീച്ചർ എന്ന് പറയുന്ന അറ്റോമിക് മാസ് തന്നെയാണ്. അറ്റോമിക് മാസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സിസ്റ്റത്തിലും എന്ത് ചെയ്തത്? എലിമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത് അറ്റോമിക് മാസ് തന്നെ യൂസ് ചെയ്തിട്ടായിരുന്നു. ഇനി ഇവിടെ ഓർക്കേണ്ടത് 7 എലിമെന്റുകളുള്ള ഹൊറിസോണ്ടൽ റോസ്, 7 ഹൊറിസോണ്ടൽ റോസ് എന്നുള്ള രീതിയിലാണ് 7 എലിമെന്റ് വരുന്ന ഒരു ഹൊറിസോണ്ടൽ റോ എന്നുള്ള രീതിയിലാണ് ന്യൂലൻഡ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ചെയ്തത്. ഇമ്പോർട്ടന്റ് ആണ്. 7 എലിമെന്റ്സ് ആണ് ഒരു റോയിൽ വരിക. പീരിയോഡിക് ടേബിളിന്റെ ഒരു റോയിൽ 7 എലിമെന്റുകൾ വരുന്ന രീതിയിലാണ് ഈ ഒരു ന്യൂലൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് അടിസ്ഥാനപ്പെടുത്തി ന്യൂലൻഡ് എന്ത് ചെയ്തത്? ആ ഒരു പീരിയോഡിക് ടേബിള് പ്രപ്പോസ് ചെയ്യുന്നത്. ഇനി ഇവിടെ ഈ 7 എലിമെന്റ്സ് കഴിഞ്ഞ് വരുന്ന എട്ടാമത്തെ എലിമെന്റ് 8th എലിമെന്റിന് ഹൊറിസോണ്ടൽ റോയിലെ ആദ്യത്തെ എലിമെന്റിന് സിമിലർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആയിരിക്കും ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു ലോ കൂടിയാണ് ന്യൂലൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ്. 8th എലിമെന്റിന് ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും എന്ന് പറയുന്ന എന്തിനോട് സിമിലർ ആയിരിക്കും? ഫസ്റ്റ് റോയിൽ ഉണ്ടാവുന്ന ഒന്നാമത്തെ ഫസ്റ്റ് എലിമെന്റിനോട് സിമിലർ ആയിരിക്കും എന്ന് പറയുന്ന ലോ ആണ് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയുന്നത്. ന്യൂലൻഡ് ലോ ഓഫ് ഒക്ടേവ്സ് വർഷം ഇമ്പോർട്ടന്റ് ആണ് 1865. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഓർത്ത് വെക്കുക? അറ്റോമിക് മാസിന്റെ അടിസ്ഥാനത്തിലാണ് എലിമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. ഇതൊക്കെ ഫെയിലിയർ ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരുന്നു. എന്നാലും പീരിയോഡിക് ടേബിളിന്റെ ആരംഭം എന്നുള്ള രീതിയിൽ വന്ന 2 സാധനങ്ങളാണ്. ഒന്ന് ട്രയാഡ്സ് തിയറിയും 2 ന്യൂലൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സും. ഇനി അതിനുശേഷം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു സാധനം മൂന്നാമത്തത് എന്ന് പറയുന്നത് മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളിന്റെ എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ. ഇത് പ്രപ്പോസ് ചെയ്യപ്പെട്ട വർഷം 1869 1869 മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ പ്രപ്പോസ് ചെയ്യപ്പെടുന്നത്. പ്രപ്പോസ് ചെയ്ത ആളുടെ പേര് ഇമ്പോർട്ടന്റ് ആണ്, ദിമിത്രി മെൻഡലീവ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇത് പ്രപ്പോസ് ചെയ്യുന്നത്. ഒരു റഷ്യൻ കെമിസ്റ്റ് ആണ്. ഇദ്ദേഹത്തിന്റെ ഈ ഒരു സിസ്റ്റത്തിൽ 63 എലിമെന്റുകളാണ് ഉണ്ടാവുക. ഈ ഒരു സിസ്റ്റത്തിൽ മെൻഡലീവ്സ് പീരിയോഡിക് ടേബിളിൽ 63 എലിമെന്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ 63 എലിമെന്റ്സ് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി അദ്ദേഹം യൂസ് ചെയ്തത് 8 ഗ്രൂപ്പുകളും 8 ഗ്രൂപ്പ്സ് ആൻഡ് 7 പീരീഡ്സ് 7 ഗ്രൂപ്പുകളും 7 പീരീഡ്സ് 7 പീരീഡുകളുമാണ് ആരുടെ ക്ലാസിഫിക്കേഷൻ എലിമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്ന സിസ്റ്റത്തിൽ ഉണ്ടാവുക? മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിളിൽ ഉണ്ടാവുക 8 ഗ്രൂപ്പുകളും 7 പീരീഡുകളുമാണ് ഉണ്ടാവുക. എത്ര എലിമെന്റുകളാണ് മൊത്തത്തിൽ ഉണ്ടാവുക എന്നുള്ള ഇമ്പോർട്ടന്റ് ആണ്. 63 എലിമെന്റുകളാണ്, 63 എലിമെന്റ്സ് ആണ് മൊത്തത്തിൽ ഉണ്ടാവുക. ഈ ഒരു തിയറിയിലും യൂസ് ചെയ്ത ഫീച്ചർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്?
ഇദ്ദേഹം ഈ ഒരു പീരിയോഡിക് ടേബിളിലും എലിമെന്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ നടത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഇമ്പോർട്ടന്റ് ആണ്. അറ്റോമിക് മാസിന്റെ അടിസ്ഥാനത്തിലാണ്, അറ്റോമിക് മാസിന്റെ തന്നെ അടിസ്ഥാനത്തിലാണ് ഇവിടെയും എലിമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തത്. ഇപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കാം, അറ്റോമിക് മാസിനെ യൂസ് ചെയ്ത് എലിമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി നോക്കിയ 3 പേരുടെ നമ്മൾ കാര്യം പറഞ്ഞു. ഒന്ന് ട്രയാഡ്സ് തിയറി പ്രപ്പോസ് ചെയ്ത ഡോബ്രെയിനിയർ, 2 ന്യൂലൻഡിന്റെ ലോ ഓഫ് ഒക്ടേവ്സ് യൂസ് ചെയ്ത് ന്യൂലൻഡ് നടത്തിയ ക്ലാസിഫിക്കേഷൻ, 3ാമത് ഇപ്പം മെന്റലീവിന്റെ പീരിയോഡിക് ടേബിൾ. ഇതൊക്കെ യൂസ് ചെയ്ത് എന്താണ്, അറ്റോമിക് മാസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മെന്റലീവും ഡോബ്രെയിനറും ഒക്കെ എന്ത് ക്ലാസിഫൈ ചെയ്യുന്ന എലിമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നു. ഇത്ര ഓർത്ത് വെക്കുക. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് 4ാമത്തെ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന നേരത്തെ ഞാൻ കാണിച്ച മോഡേൺ പീരിയോഡിക് ടേബിൾ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് പ്രപ്പോസ് ചെയ്ത അല്ലെങ്കിൽ ഇത് തന്ന ആള്, ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളെന്ന് പറയുന്നത് ഹെൻറി മോസ്ലിയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. വർഷം 1913 ഹെൻറി മോസ്ലിയാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ പ്രപ്പോസ് ചെയ്യുന്നത്. അപ്പൊ ഇത്ര നേരത്തെ പീരിയോഡിക് ടേബിൾസിലെല്ലാം ഉപയോഗിച്ചിരുന്ന ഫീച്ചർ എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? അറ്റോമിക് മാസിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എലിമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തിരുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ അറ്റോമിക് നമ്പർ എന്നുള്ള കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പീരിയോഡിക് ടേബിൾ പുള്ളി പ്രപ്പോസ് ചെയ്യുന്നത്. മോഡേൺ പീരിയോഡിക് ടേബിൾ പ്രപ്പോസ് ചെയ്യുന്നതിന്റെ പിന്നിലുള്ള ഫീച്ചർ എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ എന്നുള്ള കൺസെപ്റ്റിന്റെ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. അത് ഓർത്ത് വെക്കുക. എത്ര ഗ്രൂപ്പും എത്ര പീരീഡ്സും ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എത്ര ഗ്രൂപ്പ് എത്ര പീരീഡ് ആയിരിക്കും? 18 ഗ്രൂപ്പുകളും 18 ഗ്രൂപ്പ്സും 7 പീരീഡ്സും മാറിപ്പോലെ 8 ഗ്രൂപ്പുകളുള്ള പീരിയോഡിക് ടേബിൾ ഏതാണ്? മെന്റലീവ്സ് പീരിയോഡിക് ടേബിൾ ആണ്. 18 ഗ്രൂപ്പുകളുള്ള പീരിയോഡിക് ടേബിൾ ഏതാണ്? 18 ഗ്രൂപ്പുകളുള്ള പീരിയോഡിക് ടേബിൾ മോഡേൺ പീരിയോഡിക് ടേബിൾ ആണ്. മോഡേൺ പീരിയോഡിക് ടേബിൾ. ഇത്രയും കാര്യം ഓർത്ത് വെക്കുക. പീരിയോഡിക് ടേബിളിന്റെ കേസിൽ ഡോബ്രെയിനിയസ് ട്രയാഡ്സ് തിയറി പറഞ്ഞു, ന്യൂലൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് പറഞ്ഞു, അതിനുശേഷം പറഞ്ഞ ഏതാണ്? അതിനുശേഷം പറഞ്ഞു മെന്റലീവ്സ് പീരിയോഡിക് ടേബിൾ പറഞ്ഞു. പിന്നീട് നമ്മൾ പറഞ്ഞ മോഡേൺ പീരിയോഡിക് ടേബിൾ ബൈ ഹെൻറി മോസ്ലി, വർഷം 1913. അപ്പം ഒന്നാമത്തെ പീരിയോഡിക് ടേബിളായിട്ട് ബന്ധപ്പെട്ടുള്ള ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു 18 ഗ്രൂപ്പുകളും 7 ഹൊറിസോണ്ടൽ റോസ് എന്ന് പറഞ്ഞ പീരീഡ്സ്, 7 പീരീഡ്സും ആണ് ഉണ്ടാവുക. 18 ഗ്രൂപ്പ്സും 7 പീരീഡ്സും ആണ് മോഡേൺ പീരിയോഡിക് ടേബിളിൽ. മെന്റലീവിന്റെ പീരിയോഡിക് ടേബിൾ ആണ് ചോദിക്കുന്നതെങ്കിൽ 8 ഗ്രൂപ്പുകളും 7 പീരീഡ്സ് ആണ് അവിടെ വരിക. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് ചേഞ്ച് ഫ്രം ഗ്യാസ് ടു സോളിഡ് വിത്തൗട്ട് ചേഞ്ചിങ് ഇൻ ടു ലിക്വിഡ് സ്റ്റേറ്റ്. ഗ്യാസ് ടു സോളിഡ്, ഗ്യാസിൽ നിന്ന് സോളിഡിലേക്കുള്ള ഡയറക്റ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഡിപ്പോസിഷൻ ആണ് ഗ്യാസ് ടു സോളിഡ് എന്ന് പറയാം. സോളിഡ് ടു ഗ്യാസ് ആണ് എന്ത് പറയാ? സബ്ലിമേഷൻ എന്ന് പറയാം. സോളിഡ് ടു ഗ്യാസ് ആണ് സബ്ലിമേഷൻ എന്ന് പറയാം. സബ്ലിമേഷൻ സോളിഡ് ടു ഗ്യാസ് ആണ്. സോളിഡ് ടു ഗ്യാസ് ആയിട്ടുള്ള ഡയറക്റ്റ് ചേഞ്ചിനാണ് സബ്ലിമേഷൻ എന്ന് പറയാം. സബ്ലിമേഷന്റെ നേരെ ഓപ്പോസിറ്റ് പ്രോസസ് ആണ് എന്ത്? ഡിപ്പോസിഷൻ എന്ന് പറയാം. ഡിപ്പോസിഷൻ എന്താണ്? ഗ്യാസ് സ്റ്റേറ്റിൽ നിന്നും സോളിഡ് സ്റ്റേറ്റ് ഓഫ് മാറ്ററിലേക്കുള്ള ഡയറക്റ്റ് കൺവേർഷൻ. അതിന് എന്ത് പറയാ? ഡിപ്പോസിഷൻ എന്ന് പറയാം. സോളിഡ് സ്റ്റേറ്റിൽ നിന്നും ഗ്യാസ് സ്റ്റേറ്റിലേക്കുള്ള ഡയറക്റ്റ് കൺവേർഷൻ ആണ് എന്ത് പറയാ? സബ്ലിമേഷൻ എന്ന് പറയാം. മാറിപ്പോലെ സബ്ലിമേഷനും ഡിപ്പോസിഷനും. ഗ്യാസ് ടു സോളിഡ് ഡിപ്പോസിഷൻ, സോളിഡ് ടു ഗ്യാസ് സബ്ലിമേഷൻ. 13ാമത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. എത്ര ട്രയാഡുകളാണ് ഡോബ്രെയിനിയറുടെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ ഉണ്ടാവുക? 3 ട്രയാഡ്സ് ആണ്. ഓരോ ട്രയാഡിൽ എത്ര എലിമെന്റുകളാണ് വരിക എന്ന് ഓർത്ത് വെക്കുക? 3 എലിമെന്റുകളാണ്. നെക്സ്റ്റ് എളുപ്പത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് സിംബൽ ഓഫ് പൊട്ടാസ്യം എലിമെന്റ്. എന്താണ്? കെ ആണ്. എന്താണ് കെ വരാൻ കാരണം? ലാറ്റിൻ നെയിം ആയിട്ടുള്ള കാലിയം
പൊട്ടാസ്യത്തിന്റെ ലാറ്റിൻ നെയിം കാലിയം എന്നാണ്. ഇതിൽ നിന്നാണ് എന്ത് വരിക? കെ എന്നുള്ള സിമ്പിള് പൊട്ടാസ്യത്തിന് വരിക. പൊട്ടാസ്യത്തിന്റെ ലാറ്റിൻ നെയിം കാലിയം ആണ്. ഇതിൽ നിന്നാണ് എന്ത് വരിക? കെ എന്നുള്ള സിമ്പിള് പൊട്ടാസ്യത്തിന് വരിക. ഇത്രയും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത്, വാട്ട് ഈസ് ദ കെമിക്കൽ ഫോർമുല ഓഫ് മ്യൂറിയാറ്റിക് ആസിഡ്? മ്യൂറിയാറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇങ്ങനെ തന്നെ ഓർത്ത് വെച്ചിരുന്നാൽ മതി, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പൊ കെമിക്കൽ ഫോർമുല ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും? HCl. HCl ആണ് മ്യൂറിയാറ്റിക് ആസിഡിന്റെ കെമിക്കൽ ഫോർമുല. കെമിക്കൽ ഫോർമുല ഓഫ് മ്യൂറിയാറ്റിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ്, HCl. HCl കെമിക്കൽ ഫോർമുല ഈസ് HCl. HNO3 എന്തായിരിക്കും? HNO3 നൈട്രിക് ആസിഡ് ആണ്. HNO3 നൈട്രിക് ആസിഡ് ആണ്. ഇവിടെ H2SO4 എന്താണ്? സൾഫ്യൂരിക് ആസിഡ് ആണ്. H2SO4 സൾഫ്യൂരിക് ആസിഡ് ആണ്. H2SO4 സൾഫ്യൂരിക് ആസിഡ് ആണ്. മ്യൂറിയാറ്റിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് ഓർത്ത് വെക്കുക? HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് തന്നെയാണ്. ഇവിടെ ASH3 എന്ന് പറഞ്ഞൊരു ഫോർമുല നിങ്ങൾക്ക് കാണാം. അതെന്താന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. ആർസൈൻ. ആർസൈൻ എന്ന് പറയുന്ന ഹൈലി ടോക്സിക് ആയിട്ടുള്ള ഒരു കെമിക്കലിനെയാണ് ASH3 എന്ന് പറയുന്ന ഫോർമുലയിൽ റെപ്രസെന്റ് ചെയ്യുക. ആർസൈൻ. ആർസൈൻ ഹൈലി ടോക്സിക് ആയിട്ടുള്ള ഒരു കെമിക്കലാണ് ASH3 എന്നുള്ള ഫോർമുല യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യുന്നത്. ASH3 ആർസൈൻ. ആർസൈൻ ആണ്. ASH3 ആർസൈൻ. അപ്പോൾ ഓർത്ത് വെക്കാം, മ്യൂറിയാറ്റിക് ആസിഡ് എന്താണ്? HCl. HCl ആണ് മ്യൂറിയാറ്റിക് ആസിഡ് എന്ന് പറയാം. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ബയോളജിയുടെ സെക്ഷനിലേക്ക് കടക്കുകയാണ്. ബയോളജിയുടെ സെക്ഷനിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിറ്റികൾച്ചർ. വിറ്റികൾച്ചർ. വിറ്റികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്തുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു? ഡാഷ് ഈസ് നോൺ ആസ് വിറ്റികൾച്ചർ. സ്ക്രീൻ മാറുന്നില്ല. ഡാഷ് ഈസ് നോൺ ആസ് വിറ്റികൾച്ചർ. ഇപ്പൊ റെഡി ആയില്ലേ? ഡാഷ് ഈസ് നോൺ ആസ് വിറ്റികൾച്ചർ. ഓക്കെ. ഡാഷ് ഈസ് നോൺ ആസ് വിറ്റികൾച്ചർ. വിറ്റികൾച്ചർ എന്നറിയപ്പെടുന്ന എന്തിന്റെ കൾട്ടിവേഷൻ അല്ലെങ്കിൽ റിയറിംഗ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വെക്കുക, ഗ്രേപ്സിന്റെ കൾട്ടിവേഷൻ അല്ലെങ്കിൽ റിയറിംഗിനെയാണ് എന്ത് പറയുക? വിറ്റികൾച്ചർ എന്ന് പറയാം. വിറ്റികൾച്ചർ ഈസ് റിയറിംഗ് ഓഫ് ഗ്രേപ്സ്. റിയറിംഗ് അല്ലെങ്കിൽ കൾട്ടിവേഷൻ ഓഫ് ഗ്രേപ്സ്. ഗ്രേപ്സ് ആണ്, ഗ്രേപ്സിന്റെ കൾട്ടിവേഷൻ ആണ് എന്തറിയപ്പെടുക? വിറ്റികൾച്ചർ ആയിട്ട് അറിയപ്പെടുക. അതിന്റെ മുകളിൽ ഒന്നാമത്തെ ഓപ്ഷൻ കാണാം, ഗ്രോയിങ് വെജിറ്റബിൾസ്, ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. ഫ്ലവേഴ്സും ഫ്രൂട്ട്സും വെജിറ്റബിൾസും വളർത്തുന്നതിന് എന്താ ജനറൽ ആയിട്ട് പറയുക? ഹോർട്ടികൾച്ചർ. 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 ഹോർട്ടികൾച്ചർ എന്നാണ് ഗ്രോയിങ് ഓഫ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ആൻഡ് ഫ്ലവേഴ്സ് എന്നറിയപ്പെടും. ഗ്രോയിങ് ഓഫ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ആൻഡ് ഫ്ലവേഴ്സ് is called horticulture. Breeding of fish. Breeding and rearing of fish. Rearing of fish ഇതായിട്ട് അറിയപ്പെടുക എന്താണ്? പിസികൾച്ചർ. 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 പിസികൾച്ചർ ആണ് ബ്രീഡിംഗ് ആൻഡ് റിയറിംഗ് ഓഫ് ഫിഷ് ആയിട്ട് അറിയപ്പെടുക. ബ്രീഡിംഗ് ആൻഡ് റിയറിംഗ് ഓഫ് ഫിഷ് എന്ന് പറയുന്നത് പിസികൾച്ചർ ആണ്. സിൽക്ക് വേമിന്റെ റിയറിംഗ് എന്ന് പറയുന്നു. സിൽക്ക് വേമിന്റെ റിയറിംഗ് എന്ന് പറയുന്നത് സെറികൾച്ചർ ആണ്. സെറികൾച്ചർ. സെറികൾച്ചർ. സെറികൾച്ചർ ആണ് റിയറിംഗ് ഓഫ് സിൽക്ക് വേംസ് എന്ന് പറയാം. റിയറിംഗ് ഓഫ് സിൽക്ക് വേംസ്. ഇത്രയും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഓർത്തോക, ഹോർട്ടിക്കൾച്ചർ എന്താണ്? വെജിറ്റബിൾസിന്റെയും ഫ്ലവേഴ്സിന്റെയും ഫ്രൂട്ട്സിന്റെയും കൾട്ടിവേഷൻ ആണ്. ഗ്രേപ്സിന്റെ കൾട്ടിവേഷൻ ആണ് എന്ത് പറയുക? വിറ്റികൾച്ചർ എന്ന് പറയുക. ഫിഷിന്റെ ബ്രീഡിങ്ങിനെ റിയറിങ്ങിനെയാണ് പിസികൾച്ചർ എന്ന് പറയുക. സിൽക്ക് വേംസിന്റെ ആണ് സെറികൾച്ചർ എന്ന് പറയാം. എന്തുകൊണ്ടായിരിക്കും ഫിഷിന്റെ പിസികൾച്ചർ എന്ന് പറയുക? പിസികൾച്ചർ നമ്മള് ആനിമൽ കിങ്ഡത്തിന്റെ ക്ലാസിഫിക്കേഷൻ കാണുമ്പോൾ ആനിമൽ കിങ്ഡത്തെ പല ഫൈലംസ് ആയിട്ടൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ഫൈലത്തെ സബ് ഡിവിഷൻ ആയിട്ടുള്ള ക്ലാസസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം, ആനിമൽസിന്റെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ ഫൈലം കോർഡാറ്റയിൽ ഇത് ഓർത്ത് വെക്കുക. ഫൈലം കോർഡാറ്റയിൽ പിസസ് എന്ന് പറഞ്ഞ ക്ലാസ്സിലാണ് ഫൈലം കോർഡാറ്റയിൽ, അതായത് കിങ്ഡം ആനിമലിയയിൽ ഫൈലം കോർഡാറ്റയിൽ പിസസ് എന്ന് പറഞ്ഞ ക്ലാസ്സിലാണ് എന്ത് വരിക? ഫിഷ് വരിക. ഫിഷസ് എവിടെയാണ് വരിക? പിസസ് എന്ന് പറഞ്ഞ ക്ലാസ്സിലാണ് വരിക. പിസസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കിയുള്ളത് ഫിഷുകളെല്ലാം ഉൾപ്പെടുന്ന ക്ലാസ്സിനെയാണ്, ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിനെയാണ് എന്താ പറയാ? പിസസ് എന്ന് പറയാം. അതുകൊണ്ടാണ് പിസികൾച്ചർ എന്ന് പറയാം. ഓർത്തു വെക്കുക. പിസസ്.
ഇനി എത്ര ചേംബർ ഹാർട്ടാണ് ഫിഷിന് ഉണ്ടാവുക? അതുകൂടെ ഓർത്ത് വെച്ചോ. 2 ചേംബർ ഹാർട്ടാണ്. 2 ചേംബർ ഹാർട്ടാണ് ഫിഷിന് ഉണ്ടാവുക. ഫിഷ് ഹാവ് 2 ചേംബർ ഹാർട്ട്. 2 ചേംബർ ഹാർട്ട്. 2 ചേംബർ ഉള്ള 2 അറകളുള്ള ഹാർട്ടാണ് ഫിഷസിന് ഉണ്ടാവുക. ഫിഷ് ഹാവ് 2 ചേംബർ ഹാർട്ട്. ഏത് ഫൈലമാണ്? ഫൈലം കോർഡാറ്റ. ഏത് ക്ലാസ് ആണ്? പിസസ്. ഏവ്സ് എന്ന് പറഞ്ഞ ക്ലാസ് ഏതായിരിക്കും? ഏവ്സ് എന്നുള്ള ക്ലാസ് ഏതായിരിക്കും? ബേർഡ്സ് അല്ലേ? ബേർഡ്സിന്റെ ക്ലാസ്സിനെയാണ് എന്ത് പറയാ? ഏവ്സ് എന്ന് പറയാം. ബേർഡ്സിന് എത്ര നിലകളുള്ള ഹാർട്ടാ? എത്ര അറകളുള്ള അറകളുള്ള ഹാർട്ടായിരിക്കും ഉണ്ടാവുക? എത്ര ചേംബർ ഉള്ള ഹാർട്ടായിരിക്കും ബേർഡ്സിന് വരിക? 4 ചേംബർ തന്നെയാണ്. 4 ചേംബർ തന്നെയാണ് ഹാർട്ടിന്റെ ചേംബേഴ്സ്. ബേർഡ്സിന്റെ ഹാർട്ടിന്റെ ചേംബേഴ്സ് എന്ന് പറയുന്നത് 4 എണ്ണമാണ്. ഹാർട്ട് ഹാവ് 4 ചേംബേഴ്സ്. ആരുടെ? ബേർഡ്സിന്റെ. ഏവ്സ് ഹാവ് 4 ചേംബേർഡ് ഹാർട്ട്. ഏവ്സ് ഹാവ് 4 ചേംബേർഡ് ഹാർട്ട്. ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. GD-യിലാണെന്ന് തോന്നില്ല. 4 ചേംബേർഡ് ഹാർട്ട്. 4 ചേംബേർഡ് ഹാർട്ട്. ഇനി അതേപോലെ കോക്രോച്ചിന് എത്ര ചേംബേർഡ് ഹാർട്ട് ആയിരിക്കും വരിക? കോക്രോച്ചിന്റെ ഫൈലം ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ഫൈലം ആർത്രോപോഡ. ഫൈലം ആർത്രോപോഡ എന്ന് പറയുന്ന ഫൈലത്തിലാണ് കോക്രോച്ച് വരിക. ഫൈലം കോർഡാറ്റയുടെ കേസാണ് നമ്മളിപ്പോ ഇത്ര നേരം പറഞ്ഞത്. ഇവിടെ കോക്രോച്ചിന്റെ കേസിൽ ഓർത്ത് വെക്കുക ഫൈലം ആർത്രോപോഡ അല്ലെങ്കിൽ ഫൈലം ഇൻസെക്ട. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നത് തന്നെയാണ്. ഫൈലം ആർത്രോപോഡ അല്ലെങ്കിൽ ഫൈലം ഇൻസെക്ട എന്നുള്ള ഫൈലത്തിലാണ് ആര് വരിക? കോക്രോച്ച് വരിക. കോക്രോച്ചിന് 13 ചേംബർ ഉള്ള ഹാർട്ടുകളായിരിക്കും ഉണ്ടാവുക. കോക്രോച്ച് ഹാവ് 13 ചേംബേർഡ് ഹാർട്ട്. കോക്രോച്ച് ഹാവ് 13 ചേംബേർഡ് ഹാർട്ട്. 13 അറകളുള്ള ഹാർട്ടാണ് കോക്രോച്ചിന് ഉണ്ടാവുക. കോക്രോച്ച് ഹാവ് 13 ചേംബേർഡ് ഹാർട്ട്. ഓർത്ത് വെക്കുക. കോക്രോച്ച് ഹാവ് 13 ചേംബേർഡ് ഹാർട്ട്. ഫൈലം ഓർത്ത് വെക്കുക. ഫൈലം ആർത്രോപോഡ അല്ലെങ്കിൽ ഫൈലം ഇൻസെക്ട. രണ്ടും ഒരേ പേര് തന്നെയാണ്. ഇൻസെക്റ്റുകൾ എല്ലാം വരുന്നതുകൊണ്ടാണ് ഫൈലം ഇൻസെക്ട എന്ന് അറിയപ്പെടുക? ഫൈലം ആർത്രോപോഡ അറിയപ്പെടുക. ഇത്രയും കിട്ടിയെങ്കിൽ ഒരു പോയിന്റ് കൂടി ഇവിടെ ഓർത്ത് വെക്കുക. ഫൈലം ആർത്രോപോഡ ഈസ് ദ ലാർജസ്റ്റ് ഫൈലം ഓഫ് കിങ്ഡം ആനിമലിയ. ലാർജസ്റ്റ് ഫൈലം ഓഫ് കിങ്ഡം ആനിമലിയ. ലാർജസ്റ്റ് ഫൈലം ഓഫ് കിങ്ഡം ആനിമലിയ. ആനിമൽ കിങ്ഡത്തിലെ ഏറ്റവും വലിയ ഫൈലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഫൈലം ആർത്രോപോഡയാണ്. ഫൈലം ആർത്രോപോഡ ഈസ് ദ ലാർജസ്റ്റ് കിങ്ഡം ഓഫ് കിങ്ഡം ആനിമലിയ. കിങ്ഡം ആനിമലിയയിലെ അല്ലെങ്കിൽ കിങ്ഡം ആനിമൽ കിങ്ഡത്തിലെ ഏറ്റവും വലിയ ഫൈലമാണ്, ഏറ്റവും ലാർജസ്റ്റ് ഫൈലമാണ് ആര്? ഫൈലം ആർത്രോപോഡ. ഫൈലം ആർത്രോപോഡയിലാണ് ആര് വരിക? കോക്രോച്ച് വരിക. എത്ര അറകളുള്ള ഹാർട്ടാണ് കോക്രോച്ചിന് ഉണ്ടാവുക? 13 അറകളുള്ള ഹാർട്ടാണ് കോക്രോച്ചിന് ഉണ്ടാവുക. 13 ചേംബർ ഹാർട്ടാണ്. ഇനി ഹാർട്ടിന്റെ അറകൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ബാക്കി കൂടെ പറയാം. റെപ്റ്റൈൽസ് പൊതുവെ എത്ര ചേംബേർഡ് ഹാർട്ട് ആയിരിക്കും ഉണ്ടാവുക? 3 ചേംബേർഡ് ഹാർട്ട് ആയിരിക്കും ഉണ്ടാവുക. ക്രൊക്കോഡൈൽ അതിനൊരു എക്സെപ്ഷൻ ആണ്. ക്രൊക്കോഡൈലിന് ഫങ്ഷനലി 4 ചേംബേർഡ് ഹാർട്ട് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ക്രൊക്കോഡൈൽ അതുകൂടെ ഓർത്ത് വെക്കുക. റെപ്റ്റൈൽസിന് 3 ചേംബേർഡ് ഹാർട്ട് ആയിരിക്കും ഉണ്ടാവുക. ഹാർട്ടിന് 3 അറകളായിരിക്കും ഉണ്ടാവുക. എന്റെ എക്സെപ്ഷൻ കേസാണ് ക്രൊക്കോഡൈൽ. ക്രൊക്കോഡൈൽ ഹാവ് 4 ചേംബേർഡ് ഹാർട്ട്. ഫങ്ഷണൽ ആയിട്ട് 4 ചേംബേർഡ് ഹാർട്ട് ഉണ്ടെന്നാണ് ക്രൊക്കോഡൈലിന് പറയപ്പെടുക. റെപ്റ്റൈൽസിന്റെ കേസിൽ ജനറൽ ആയിട്ട് 3 ചേംബേർഡ് ഹാർട്ട് ആണ് ഓർത്ത് വെക്കുക. ഏത് ഫൈലമായിരിക്കും ഇത്? പിസസ്, ഏവ്സ്, റെപ്റ്റൈൽസ്, ആംഫീബിയൻസ്, മാമൽസ്. ഇത്രയും പേര് ഏത് ഫൈലത്തിലാണ്? ഫൈലം കോർഡാറ്റ. ഫൈലം കോർഡാറ്റ. ഫൈലം കോർഡാറ്റ. ഫൈലം കോർഡാറ്റ. കോക്രോച്ച് നമ്മൾ പറഞ്ഞ വേറെ ഫൈലത്തിലാണ്. റെപ്റ്റൈൽസും ഏവ്സും പിസസും ഒക്കെ വരുന്നത് എവിടെയാണ്? ഫൈലം കോർഡാറ്റയുടെ കീഴിലാണ്. ഫൈലം കോർഡാറ്റയുടെ കീഴിലുള്ള ക്ലാസ്സുകളെയാണ് എന്ത് പറയാ? പിസസ് എന്നൊക്കെ പറയാം. ഇനി ഇവിടെ 1-2 പോയിന്റ് കൂടെ ഓർക്കേണ്ടതുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് പറയാം. എന്തായിരിക്കും ടാക്സോണമി? ടാക്സോണമി classification branch of science that deals with classifying ഓർഗാനിസത്തെ ക്ലാസിഫൈ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സയൻസിന്റെ മേഖലയാണ് എന്ത് പറയാ? ടാക്സോണമി എന്ന് പറയാം. ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ക്ലാസിഫൈങ് ഓർഗാനിസത്തെ ക്ലാസിഫൈ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സയൻസിന്റെ ശൃംഖലയാണ് ടാക്സോണമി എന്ന് പറയുക. ഫാദർ ഓഫ് ടാക്സോണമി എന്നറിയപ്പെടുക കാൾ ലിനസ് ആണ്. ഫാദർ ഓഫ് ടാക്സോണമി എന്നറിയപ്പെടുക കാൾ ലിനസ് ആണ് ഫാദർ ഓഫ് ടാക്സോണമി എന്നറിയപ്പെടുക. ഫാദർ ഓഫ് ടാക്സോണമി ഇദ്ദേഹം അറിയപ്പെടാൻ കാരണം ഇദ്ദേഹം ഒരു ബുക്ക് എഴുതി. ബുക്കിന്റെ പേര് സിസ്റ്റമാ നേച്ചർ
സിസ്റ്റം ആൻഡ് നേച്ചർ എന്ന് പറയുന്ന ഒരു ബുക്ക് ഇദ്ദേഹം എഴുതി. കാൾ ലിനസ് ആണ് ഫാദർ ഓഫ് ടാക്സോണമി എന്നറിയപ്പെടുക. ടാക്സോണമി എന്താണ്? ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ക്ലാസിഫൈങ് ഓർഗാനിസത്തെ ക്ലാസിഫൈ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നൽകുന്ന സയൻസിന്റെ ശൃംഖലയാണ് ടാക്സോണമി. ഇതിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? കാൾ ലിനസ് ആണ്. അദ്ദേഹം അതിന്റെ പിതാവ് എന്നറിയപ്പെടാനുള്ള കാരണമാണ് പറയുന്നത്, ഇദ്ദേഹം ഒരു ബുക്ക് എഴുതി, സിസ്റ്റം ആൻഡ് നേച്ചർ എന്നാണ് ബുക്കിന്റെ പേര്. ഇതിൽ അദ്ദേഹം ചെയ്തത് 2 കിങ്ഡമായിട്ട് എല്ലാ ഓർഗാനിസത്തെയും ക്ലാസിഫൈ ചെയ്തു. അതായത് ഒരു 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അദ്ദേഹം നടത്തി. ഈ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. 2 കിങ്ഡം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കിങ്ഡം പ്ലാന്റേ, ഫസ്റ്റ് കിങ്ഡം ഈസ് പ്ലാന്റേ ആൻഡ് സെക്കൻഡ് കിങ്ഡം ഈസ് അനിമലിയ. 2 കിങ്ഡം ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ. അതായത് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നതിലുള്ള ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് എന്നുള്ള രീതിയിൽ ക്ലാസിഫിക്കേഷന്റെ ബേസ് തന്നിട്ടുള്ള ആളാണ് ആര്? കാൾ ലിനസ്. കാൾ ലിനസ് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷന്റെ ബേസ് തന്നിട്ടുള്ള സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം ചെയ്ത കാര്യമാണ് പറയുന്നത്. എന്താണ് ചെയ്തത്? ഒരു 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അദ്ദേഹം നടത്തി. ഏതൊക്കെയാണ് കിങ്ഡം? കിങ്ഡം പ്ലാന്റേയും കിങ്ഡം അനിമലിയും. ഇത്ര ഓർത്ത് വെക്കുക. ഇനി അതേപോലെ കാൾ ലിനസിന്റെ കേസിൽ ചോദിച്ചിട്ടുള്ള തന്നെ മറ്റൊരു പോയിന്റ് ഉണ്ട്, CGL ചോദിച്ചിട്ടുണ്ടാണ്, ബൈനോമിയൽ നോമൻക്ലേച്ചർ പ്രൊപ്പോസ് ചെയ്ത ആളും ആരാണ്? കാൾ ലിനസ് ആണ്. ബൈനോമിയൽ നോമൻക്ലേച്ചർ പ്രൊപ്പോസ് ചെയ്ത ആളും ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്താ? സയന്റിഫിക് നെയിംസ് കൊടുക്കുന്ന പ്രക്രിയയാണ് എന്താ പറയാ? നെയിമിങ്, സയന്റിഫിക് നെയിമിങ് ചെയ്യുന്ന പ്രക്രിയയാണ് എന്താ പറയാ? ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയാം. ബൈനോമിയൽ നോമൻക്ലേച്ചർ. ഈ ബൈനോമിയൽ നോമൻക്ലേച്ചർ പ്രൊപ്പോസ് ചെയ്ത ആൾ ആര് തന്നെയാണ്? കാൾ ലിനസ് തന്നെയാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ പ്രൊപ്പോസ് ചെയ്യുന്നത്. അപ്പൊ ടാക്സോണമിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. അതേപോലെ ബൈനോമിയൽ നോമൻക്ലേച്ചർ പ്രൊപ്പോസ് ചെയ്യുന്നു. ഇത്ര ഓർത്ത് വെക്കുക. ഇനി ടാക്സോണമിക്കൽ ഡിവിഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. ടാക്സോണമിക്കൽ ഡിവിഷൻസ് ക്ലിയർ ആവുന്നില്ല സാറിന്റെ. ഇപ്പൊ കേൾക്കാവോ? ഇപ്പൊ കേൾക്കാം. ഓക്കെ. ടാക്സോണമിക്കൽ ഡിവിഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. ടാക്സോണമിക്കൽ ഡിവിഷൻസ് എന്ന് പറയുന്നത് കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഓർത്ത് വെക്കുക. ടാക്സോണമി എന്താന്ന് ഓൾറെഡി പറഞ്ഞു. എന്താണ് ടാക്സോണമി? ഓർഗാനിസത്തെ ക്ലാസിഫൈ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സയൻസിന്റെ ശൃംഖലയാണ് എന്ത്? ടാക്സോണമി എന്ന് പറയുക. ഈ ടാക്സോണമിക്കൽ ഡിവിഷൻസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഇത്രയാണ് ടാക്സോണമിക്കൽ ഡിവിഷൻസ് എന്ന് പറയാം. ഹയസ്റ്റ് യൂണിറ്റ് ഓഫ് ടാക്സോണമി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഹയസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കിങ്ഡം ആണ്. ലോവസ്റ്റ് യൂണിറ്റ് ആണ് എന്ത്? സ്പീഷീസ്. ലോവസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ലോവസ്റ്റ് യൂണിറ്റ് ഓഫ് ടാക്സോണമി ആണ് സ്പീഷീസ്. എന്ന് പറയാം. ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 17ാമത്തെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആനിമൽസ് ബ്രീത്ത് ത്രൂ ദ സ്കിൻ? സ്കിൻ വഴി ബ്രീത്ത് ചെയ്യുന്ന ഓർഗാനിസം. ഇതിലൊരു ഓർഗാനിസം സാധ്യതയുള്ളൂ. ഫ്രോഗ്, റാബിറ്റ്, പീകോക്ക്, ഡിയർ. ഇതാണ് ഓപ്ഷൻസ്. ഏതായിരിക്കും ഉത്തരം എന്ന് പറയുന്നത് ഫ്രോഗ് ആണ്. സ്കിൻ വഴി റെസ്പയർ ചെയ്യുന്ന ഒരു ഓർഗാനിസം. ഫ്രോഗ് റെസ്പയർസ് ത്രൂ സ്കിൻ. കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് ഫ്രോഗ് സ്കിൻ വഴി റെസ്പയർ ചെയ്യുന്ന ഒരു പീരീഡ് ഓഫ് ലൈഫിനെ പറയുന്ന പേരാണ് ഹൈബർനേഷൻ. ഫ്രോഗ് ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിലാണ്. ഫ്രോഗും ലങ്സ് ഉള്ള ഒരു ഓർഗാനിസമാണ് ഫ്രോഗ് എന്ന് പറയുക. ഹൈബർനേഷൻ പീരീഡിലാണ് ഫ്രോഗ് പൊതുവെ എന്ത് വഴി റെസ്പയർ ചെയ്യുക? സ്കിൻ വഴി റെസ്പയർ ചെയ്യുക. എന്താണ് ഹൈബർനേഷൻ എന്നുള്ള ഇമ്പോർട്ടന്റ് ആണ്. എക്സ്ട്രീം കോൾഡ് വെതറിനെ സർവൈവ് ചെയ്യാൻ വേണ്ടി ബോഡി ഇനാക്റ്റീവ് ആയിട്ട്, അതായത് ഒരു ഡീപ്പ് സ്ലീപ്പ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് എന്ത് പറയാ? ഹൈബർനേഷൻ എന്ന് പറയുക. അതായത് ഒരു ദീർഘ ഉറക്കം എന്ന് പറഞ്ഞാൽ ഡീപ്പ് സ്ലീപ്പ് എന്നാണ് ഹൈബർനേഷൻ പീരീഡിനെ പറയുക. ഈ ഹൈബർനേഷൻ പീരീഡിലാണ് ഫ്രോഗ് പൊതുവെ എന്ത് വഴി റെസ്പയർ ചെയ്യുക? ലങ്സ് വഴി സ്കിൻ വഴി റെസ്പയർ ചെയ്യുക. ഫ്രോഗ് റെസ്പയേഴ്സ് ത്രൂ സ്കിൻ ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ഹൈബർനേഷൻ. എന്താണ് ഹൈബർനേഷൻ എന്നൂടെ ഓർത്ത് വെക്കുക. എക്സ്ട്രീം ആയിട്ടുള്ള കോൾഡ് ക്ലൈമറ്റിനെയൊക്കെ സർവൈവ് ചെയ്യാൻ വേണ്ടി ബോഡി ഇനാക്റ്റീവ് ആയിട്ട് ഒരു ഡീപ്പ് സ്ലീപ്പ് എന്നുള്ള സ്റ്റേറ്റിലേക്ക് പോകുന്നതിനാണ് എന്താ പറയാ?
ഹൈബർനേഷൻ എന്ന് പറയുക. ഇത്ര ഓർത്ത് വെക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആനിമൽസ് ബ്രീത്ത് ത്രൂ ഇറ്റ് സ്കിൻ? ഫ്രോഗ് ആണ് ഉത്തരം. ഓപ്ഷൻ എ ഫ്രോഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്പിഗ്മോ മാനോമീറ്റർ. സ്പിഗ്മോ മാനോമീറ്റർ എന്തിനു ഉപയോഗിക്കുന്നു? സ്പിഗ്മോ മാനോമീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ ഡാഷ്. സ്പിഗ്മോ Blood മാനോമീറ്റർ pressure. ഈസ് യൂസ്ഡ് ടു മെഷർ ബ്ലഡ് പ്രഷർ. സ്പിഗ്മോ മാനോമീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് സ്പിഗ്മോ മാനോമീറ്റർ. മാനോമീറ്റർ എവിടെ കണ്ടു കഴിഞ്ഞാലും അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? മാനോമീറ്റർ എവിടെ കണ്ടു കഴിഞ്ഞാലും അത് പ്രഷർ മെഷർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പ്രഷർ മെഷർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മാനോമീറ്റർ. ഇവിടെ സ്പിഗ്മോ മാനോമീറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. സ്പിഗ്മോ മാനോമീറ്റർ എന്ത് യൂസ് ചെയ്യുന്നു? ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ബ്ലഡ് പ്രഷറിന്റെ നോർമൽ റേഞ്ച് കൂടെ ഓർത്ത് വെക്കുക. 120/80. 120/80. 120/80. 120/80 ആണ് നോർമൽ BP റേഞ്ച് എന്ന് പറയാം. 120/80. 120/80. 120/80. ഇനി ഇലക്ട്രിക് കറന്റ് മെഷർ ചെയ്യുന്ന ഓൾറെഡി നമ്മൾ പറഞ്ഞാണ് അമ്മീറ്റർ. വിൻഡ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് അനിമോമീറ്റർ. വിൻഡ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് അനിമോമീറ്റർ. ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് എന്ന് പറയുന്നത് ഹൈഗ്രോമീറ്റർ ആണ് ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ്. ഹ്യൂമിഡിറ്റി ചോദിച്ചു കഴിഞ്ഞാലും റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ചോദിച്ചു കഴിഞ്ഞാലും എന്താണ്? ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ഹൈഗ്രോമീറ്റർ. ഇനി വിൻഡ് സ്പീഡ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് അനിമോമീറ്റർ എന്ന് പറഞ്ഞു. ഈ വിൻഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം പോളിനേഷൻ. എന്താണ് പോളിനേഷൻ? ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ. ആന്തറിൽ നിന്ന്, ഒരു ഫ്ലവറിന്റെ ആന്തറിൽ നിന്ന്, മെയിൽ ഫ്ലവറിന്റെ ആന്തറിൽ നിന്ന് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായിട്ടുള്ള സ്റ്റിഗ്മയിലേക്കുള്ള പോളൻ ഗ്രെയിൻസിന്റെ ട്രാൻസ്പോർട്ടിനെയാണ് എന്ത് പറയുക? പോളിനേഷൻ എന്ന് പറയാം. ഈ പോളിനേഷൻ വിൻഡ് വഴിയാണ് നടക്കുന്നെങ്കിൽ, അതായത് പോളൻ ഗ്രെയിൻസിന്റെ ട്രാൻസ്പോർട്ട് വിൻഡ് വഴിയാണ് നടക്കുന്നെങ്കിൽ അത്തരത്തിലുള്ള പോളിനേഷനെ വിളിക്കുന്ന പേരാണ് അനിമോഫിലി. പോളിനേഷൻ ടേക്കിംഗ് പ്ലേസ് ത്രൂ വിൻഡ് വഴി നടക്കുന്ന പോളിനേഷൻ ടേക്കിംഗ് പ്ലേസ് ത്രൂ വിൻഡ്. ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. അനിമോമീറ്റർ നമ്മൾ പറഞ്ഞു എന്താണ്? വിൻഡിന്റെ സ്പീഡ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് അനിമോമീറ്റർ. അതുമായിട്ട് ബന്ധപ്പെടുത്തി പോളിനേഷൻ ഓർത്ത് വെക്കുക. പോളിനേഷൻ വിൻഡ് വഴിയാണ് നടക്കുന്നതെങ്കിൽ ആ തരത്തിലുള്ള പോളിനേഷനെ വിളിക്കുന്നവരാണ് അനിമോഫിലി. വിൻഡ് വഴിയാണെങ്കിൽ അനിമോഫിലി. വാട്ടർ വഴിയാണെങ്കിൽ ഹൈഡ്രോഫിലി. വാട്ടർ വഴിയാണ് പോളിനേഷൻ നടക്കുന്നതെങ്കിൽ, അതായത് പോളൻ ഗ്രെയിൻസിന്റെ ട്രാൻസ്പോർട്ട് വാട്ടർ വഴിയാണ് നടക്കുന്നതെങ്കിൽ ഹൈഡ്രോഫിലി എന്ന് പറയും. ഹൈഡ്രോഫിലി. ഇത്രയും പോയിന്റൂടെ ഈ ക്വസ്റ്റ്യനിൽ ഓർത്ത് വെക്കുക. സ്പിഗ്മോ മാനോമീറ്റർ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് സ്പിഗ്മോ മാനോമീറ്റർ. അതിന്റെ കൂടെ നമ്മൾ ഹ്യൂമിഡിറ്റി പറഞ്ഞു. ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഹൈഗ്രോമീറ്റർ ആണ്. വിൻഡിന്റെ സ്പീഡ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അനിമോമീറ്റർ ആണ്. ഇലക്ട്രിക് കറന്റ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്താണ്? അമ്മീറ്റർ ആണ്. ഇലക്ട്രിക് കറന്റ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അമ്മീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ ഇലക്ട്രിക് കറന്റ്. ഇലക്ട്രിക് കറന്റ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് അമ്മീറ്റർ. ഇത്രയും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി പെയേഴ്സ് ഓഫ് ക്രോമോസോംസ് ആർ പ്രസന്റ് ഇൻ ഹ്യൂമൻസ്? എത്ര പെയർ ഓഫ് ക്രോമോസോം ആണ് ഹ്യൂമനിൽ ഉണ്ടാവുക? എത്ര പെയർ ആയിരിക്കും? 23. 23 പെയേഴ്സ് ഓഫ് ക്രോമോസോം ആണ് ഹ്യൂമൻസിൽ ഉണ്ടാവുക. 23 പെയേഴ്സ് ഓഫ് ക്രോമോസോം ആണ് ഹ്യൂമൻസിൽ ഉണ്ടാവുക. ഈ 23 പെയേഴ്സ് നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ എത്ര വരും? 23 പെയർ ആണ്, 46 ആണ് നമ്പർ. 23 പെയേഴ്സ് ആണ്, 46 ആണ് നമ്പർ എന്ന് പറയാം. നമ്പർ ഓഫ് ക്രോമോസോംസ് ഈസ് 46. ഇനി ക്രോമോസോമിന്റെ കേസിൽ ഓർത്ത് വെക്കേണ്ട 2 പോയിന്റുകൾ. ക്രോമോസോം രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഓട്ടോസോംസ്. ഓൾറെഡി ബയോളജിയുടെ കേസിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഓട്ടോസോംസ് എന്താണ്, അതേപോലെ സെക്സ് ക്രോമോസോംസ് എന്താണ്. ഇത് രണ്ടുമാണ് ക്രോമോസോമിന്റെ 2 ടൈപ്പുകൾ എന്ന് പറയാം. ഓട്ടോസോംസ് ആൻഡ് സെക്സ് ക്രോമോസോം. ഓട്ടോസോമും സെക്സ് ക്രോമോസോമും, ഇതാണ് ക്രോമോസോമിന്റെ 2 ടൈപ്പ് എന്ന് പറയാം. എന്തായിരിക്കും ഓട്ടോസോം എന്ന് നോക്കാം. എന്തായിരിക്കും ഓട്ടോസോം? സെക്സ്വൽ ക്യാരക്ടറുമായിട്ട് ബന്ധമില്ലാത്ത എല്ലാ ക്രോമോസോമുകളെയും വിളിക്കുന്ന പേരാണ്
ഓട്ടോസോം. സെക്സ്വൽ ക്യാരക്ടേഴ്സുമായിട്ട് ബന്ധമില്ലാത്ത, സെക്സ്വൽ ക്യാരക്ടേഴ്സിനെ ഡിറ്റർമൈൻ ചെയ്യാത്ത ക്രോമസോമുകളാണ് എന്ത് പറയാ, ഓട്ടോസോം എന്ന് പറയാം. ക്രോമസോം വിച്ച് ഹാവ് നോ റിലേഷൻ വിത്ത് എനി ഓഫ് ദ സെക്സ്വൽ ക്യാരക്ടേഴ്സ്. സെക്സ്വൽ ക്യാരക്ടേഴ്സുമായിട്ട് ബന്ധമില്ലാത്ത ബാക്കിയുള്ള എല്ലാ ക്രോമസോംസിനെയും വിളിക്കുന്ന പേരാണ് ഓട്ടോസോംസ്. ഇപ്പൊ ഹ്യൂമൻസിന്റെ കേസിൽ നമുക്ക് 22 പെയർ ഓഫ് ഓട്ടോസോംസ് ആണ് ഉണ്ടാവുക. വി ഹാവ് 22 പെയർ ഓഫ് ഓട്ടോസോംസ്. 22 പെയേഴ്സ് ഓട്ടോസോംസ് ആണ് ആർക്കുണ്ടാവുക. 23 പെയേഴ്സ് ആണ് ആർക്കുണ്ടാവുക. 23 പെയേഴ്സ് ആണ് ആർക്കുണ്ടാവുക, ഹ്യൂമൻസിനുണ്ടാവുക. 23 പെയേഴ്സ് ആണ് മൊത്തത്തിൽ ക്രോമസോംസ് ഉണ്ടാവുക. അതിൽ ഓട്ടോസോം എന്ന് പറയുന്നത് 22 പെയർ ആണ്. ഓട്ടോസോം എന്ന് പറയുന്നത് 22 പെയർ ആണ്. സെക്സ് ക്രോമസോം മിച്ചം വരുന്ന ഒരു പെയർ, ബാക്കിയുള്ള ഒരു പെയർ എന്ന് പറയുന്നത് എന്താണ്, സെക്സ് ക്രോമസോം ആണ്. ലാസ്റ്റത്തെ ഒരു പെയർ എന്ന് പറയുന്നത് സെക്സ് ക്രോമസോം ആയിരിക്കും. ഇത് ഓർത്ത് വെക്കുക. ടോട്ടൽ 23 പെയേഴ്സ് ആണ് ഉണ്ടാവുക. അതിൽ 22 പെയർ എന്താണ്, ഓട്ടോസോമും ഒരു പെയർ എന്താണ്, സെക്സ് ക്രോമസോമാണ്. ഒരു പെയർ എന്താണ്, സെക്സ് ക്രോമസോമുമാണ്. ഇത്ര ഓർത്ത് വെക്കുക. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഓർത്ത് വെക്കേണ്ട മറ്റൊരു 2 ടേമുകൾ, ഒന്ന് സൊമാറ്റിക് സെൽ. സൊമാറ്റിക് സെൽ, ഒന്ന് സൊമാറ്റിക് സെൽ. എന്തായിരിക്കും സൊമാറ്റിക് സെൽ? റീപ്രൊഡക്റ്റീവ് ക്യാരക്ടറുമായിട്ട് ബന്ധമില്ലാത്ത, ഓട്ടോസോം നമ്മൾ പറഞ്ഞു സെക്സ്വൽ ക്യാരക്ടറുമായിട്ട് ബന്ധമില്ലാത്ത ക്രോമസോമാണ് ഓട്ടോസോം. അതേപോലെ ഇവിടെ സെല്ലുകളുടെ കേസിൽ റീപ്രൊഡക്റ്റീവ് ക്യാരക്ടറുമായിട്ട് ബന്ധമില്ലാത്ത സെല്ലുകളെയാണ് എന്ത് പറയുക, സൊമാറ്റിക് സെൽ എന്ന് പറയുക. റീപ്രൊഡക്റ്റീവ് ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന സെല്ലുകളെയാണ് എന്ത് പറയുക, ഗ്യാമേറ്റ്സ് എന്ന് പറയുക. ഗ്യാമേറ്റ്സും 2 ടൈപ്പ് ഓഫ് സെല്ലുകളാണ് പറയുന്നത്. ഒന്ന് ഹ്യൂമൻ ബോഡിയിലുള്ളത്, ഒന്ന് സൊമാറ്റിക് സെല്ലും, 2 ഗ്യാമേറ്റ്സ്. റീപ്രൊഡക്റ്റീവ് ക്യാരക്ടറുമായിട്ട് ബന്ധമില്ലാത്ത സെല്ലുകളെയാണ് എന്ത് പറയുക, സൊമാറ്റിക് സെൽ എന്ന് പറയുക. റീപ്രൊഡക്റ്റീവ് ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന സെല്ലുകളാണ് എന്ത് പറയുക, ഗ്യാമേറ്റ്സ് എന്ന് പറയുക. റീപ്രൊഡക്റ്റീവ് ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന സെല്ലുകളാണ് എന്ത് പറയുക, ഗ്യാമേറ്റ്സ് എന്ന് പറയുക. ഇതിൽ ഈ സൊമാറ്റിക് സെല്ലിൽ ക്രോമസോംസുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വെക്കേണ്ട ഒരു പോയിന്റ്, ബാർ ബോഡി ഇമ്പോർട്ടൻ്റ് ആണ്. നോർമലായിട്ട് ഒരു ഫീമെയിൽ സെക്സ് ക്രോമോസോം അല്ലെങ്കിൽ ഏത് ക്രോമോസോം എടുത്തു കഴിഞ്ഞാലും എന്തായിരിക്കും, XX എന്നുള്ള ഫോമിലായിരിക്കും കാണപ്പെടുക. XX എന്നുള്ള ഫോമിലായിരിക്കും ഫീമെയിൽ ക്രോമോസോം കാണപ്പെടുക. ഇനി ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഒരു സൊമാറ്റിക് സെല്ലിൽ കാണപ്പെടുന്ന ക്രോമസോം പെയറിൽ ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സ് ക്രോമസോം, ഒരു സൊമാറ്റിക് സെല്ലിൽ കാണപ്പെടുന്ന ഫീമെയിൽസിന്റെ കേസിലാണ് ബാർ ബോഡി വരിക. ഫീമെയിലിന്റെ കേസിൽ മാത്രമേ ബാർ ബോഡി പറയുന്നുള്ളൂ. ഒരു സൊമാറ്റിക് സെൽ എന്താണെന്ന് ഓർത്ത് വെക്കുക, സെക്സ്വൽ ക്യാരക്ടറുമായിട്ട് റീപ്രൊഡക്റ്റീവ് ക്യാരക്ടറുമായിട്ട് ബന്ധമില്ലാത്ത സെല്ലുകളെല്ലാം എന്താണ്, സൊമാറ്റിക് സെല്ലാണ്. ഒരു ഫീമെയിൽ സൊമാറ്റിക് സെല്ലിൽ കാണപ്പെടുന്ന ഇനാക്റ്റീവ് ആയിട്ടുള്ള എക്സ് ക്രോമോസോം, അതിനെ വിളിക്കുന്ന പേരാണ് ബാർ ബോഡി. ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ സൊമാറ്റിക് സെല്ലിൽ കാണുന്ന ഇനാക്റ്റീവ് ആയിട്ടുള്ള എക്സ് ക്രോമോസോം, അതിനെ വിളിക്കുന്ന പേരാണ് ബാർ ബോഡി. ഇത്ര ഓർത്ത് വെക്കുക. എത്ര പെയർ ഓഫ് ക്രോമോസോം ആണ് ഹ്യൂമനിൽ ഉണ്ടാവുക? 23 ആണ്. നമ്പർ 46 ആണ്. അതിൽ 22 പെയേഴ്സ് എന്താണ്, ഓട്ടോസോം ആണ്. ഒരു പെയർ എന്താണ്, സെക്സ് ക്രോമോസോം ആണ്. സൊമാറ്റിക് സെൽ എന്താണ്, റീപ്രൊഡക്റ്റീവ് ക്യാരക്ടറുമായിട്ട് ബന്ധമില്ലാത്ത സെല്ലുകളാണ് സൊമാറ്റിക് സെൽ എന്ന് പറയാം. ഒരു ഫീമെയിൽ സൊമാറ്റിക് സെല്ലിൽ കാണപ്പെടുന്ന ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സ് ക്രോമോസോമിനെ വിളിക്കുന്ന പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാർ ബോഡി എന്നായിരിക്കും അതറിയപ്പെടുക. ഇനാക്റ്റീവ് ആയിട്ടൊരു ഫീമെയിൽ സൊമാറ്റിക് സെല്ലിൽ കാണുന്ന എക്സ് ക്രോമോസോമിനെ വിളിക്കുന്ന പേരാണ് ബാർ ബോഡി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 20ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്ലമീഡോമോണാസ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് ആൽഗെ. ആൽഗയ്ക്ക് ഒരു എക്സാമ്പിൾ ആണ് ക്ലമീഡോമോണാസ്. ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ആൽഗെ. ആൽഗയ്ക്ക് ഒരു എക്സാമ്പിൾ ആണ് ക്ലമീഡോമോണാസ് എന്ന് പറയുക. ഇനി ആൽഗയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 പോയിന്റ്സ് പെട്ടെന്ന് പറയാം. ഒന്ന് സ്റ്റഡി ഓഫ് ആൽഗെ എന്നറിയപ്പെടുക ഫൈക്കോളജി ആണ്. സ്റ്റഡി ഓഫ് ആൽഗെ ഈസ് കോൾഡ് ഫൈക്കോളജി എന്നാണ് സ്റ്റഡി ഓഫ് ആൽഗെ അറിയപ്പെടുക. ഫൈക്കോളജി ആണ്. ടൈപ്പ് ഓഫ് ആൽഗെ ആണ് ക്ലമീഡോമോണാസ് എന്ന് പറഞ്ഞു. കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ഗ്രീൻ ആൽഗെ ആണ് ആര്, ക്ലമീഡോമോണാസ്. ക്ലമീഡോമോണാസ് ഇസ് എ ടൈപ്പ് ഓഫ് ഗ്രീൻ ആൽഗെ. ഒരു ടൈപ്പ് ഓഫ് ഗ്രീൻ ആൽഗെ ആണ് ക്ലമീഡോമോണാസ് എന്ന് പറയുക. ഈ ഗ്രീൻ ആൽഗെ അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട്, മറ്റൊരു രീതിയിൽ ഇത് അറിയപ്പെടാറുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്.
ക്ലോറോഫൈസെ എന്നുള്ള രീതിയിലും ഗ്രീൻ ആൽഗെ അറിയപ്പെടാറുണ്ട്. ഗ്രീൻ ആൽഗെ ഈസ് ഓൾസോ കോൾഡ് ക്ലോറോഫൈസെ. ഇനി ഓർത്തു വെക്കേണ്ട മറ്റൊരു പോയിന്റ് റോഡോഫൈസെ എന്ന് പറഞ്ഞാൽ റെഡ് ആൽഗയാണ്. റോഡോഫൈസ് ഈസ് റെഡ് ആൽഗയാണ് റോഡോഫൈസ് എന്നറിയപ്പെടുക. അതിനുശേഷം ഫയോഫൈസെ എന്ന് പറഞ്ഞാൽ ബ്രൗൺ ആൽഗയാണ്. ഫയോഫൈസ് ബ്രൗൺ ആൽഗെ. അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് സയാനോഫൈസെ അല്ലെങ്കിൽ സിയാനോഫൈസെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ബ്ലൂ ഗ്രീൻ ആൽഗെ. ഇത്ര സാധനം ഓർത്ത് വെക്കുക. ക്ലോറോഫൈസ് ഗ്രീൻ ആൽഗയാണ്, റോഡോഫൈസ് റെഡ് ആൽഗയാണ്, ഫയോഫൈസ് ബ്രൗൺ ആൽഗയാണ്, സയാനോഫൈസ് എന്താണ്? ബ്ലൂ ഗ്രീൻ ആൽഗയാണ്. സ്റ്റഡി ഓഫ് ആൽഗെ എന്താണ്? ഫൈക്കോളജിയാണ്. സ്റ്റഡി ഓഫ് ആൽഗെ ഈസ് ഫൈക്കോളജി എന്നറിയപ്പെടുക. എന്താണ് സ്റ്റഡി ഓഫ് ആൽഗെ അറിയപ്പെടുക? ഫൈക്കോളജി എന്നാണ്. ആൽഗയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പോയിന്റ് കൂടെ ഓർത്ത് വെക്കുക. ക്ലോറല്ല സ്പേസ് ആൽഗെ എന്നറിയപ്പെടുന്ന ആൽഗയാണ് ക്ലോറല്ല. ഇറ്റ് ഈസ് കോൾഡ് സ്പേസ് ആൽഗെ എന്നറിയപ്പെടുന്ന ആൽഗയാണ് ക്ലോറല്ല ഈസ് കോൾഡ് സ്പേസ് ആൽഗെ എന്നറിയപ്പെടുന്ന ആൽഗയാണ് ക്ലോറല്ല. ഏത് ആൽഗയാണ് സ്പേസ് ആൽഗെ എന്നറിയപ്പെടുക? ഉത്തരം ക്ലോറല്ല. അതേപോലെ ഓപ്ഷൻസിൽ ബാക്കിയുള്ള നോക്കുമ്പോൾ ബാക്ടീരിയനെ പറ്റിയുള്ള പഠനം എന്തായിരിക്കും? സ്റ്റഡി ഓഫ് ബാക്ടീരിയ ഈസ് ബാക്ടീരിയോളജിയാണ് സ്റ്റഡി ഓഫ് ബാക്ടീരിയ എന്ന് പറയുക. സ്റ്റഡി ഓഫ് ബാക്ടീരിയോളജി എന്ന് പറഞ്ഞു. ഫാദർ ഓഫ് ബാക്ടീരിയോളജി എന്ന് പറയുക ലൂയിസ് പാസ്ചർ ആണ്. ഫാദർ ഓഫ് ബാക്ടീരിയോളജി എന്ന് പറയുക ലൂയിസ് പാസ്ചർ ആണ്. ഫാദർ ഓഫ് ബാക്ടീരിയോളജി ഈസ് ലൂയിസ് പാസ്ചർ ആണ് ഫാദർ ഓഫ് ബാക്ടീരിയോളജി എന്നറിയപ്പെടുക. ലൂയിസ് പാസ്ചർ ആണ്. ഇവിടെ തന്നെ സ്റ്റഡി ഓഫ് ഫംഗസിനെ പറ്റിയുള്ള പഠനം ഈസ് കോൾഡ് മൈക്കോളജി. സ്റ്റഡി ഓഫ് ഫംഗൈ ഈസ് കോൾഡ് മൈക്കോളജി. ഓർത്ത് വെക്കുക, സ്റ്റഡി ഓഫ് ഫംഗൈ ഈസ് കോൾഡ് മൈക്കോളജി. ഫംഗൈനെ പറ്റിയുള്ള പഠനം മൈക്കോളജി. ആൽഗേനെ പറ്റിയുള്ള പഠനം ഏതാണ്? ഫൈക്കോളജി. ബാക്ടീരിയനെ പറ്റിയുള്ള പഠനം ബാക്ടീരിയോളജി. വൈറസിനെ പറ്റിയുള്ള പഠനം വൈറോളജി. ഇത്രയും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് 21ാമത്തെ ക്വസ്റ്റ്യൻ. HIV virus is a virus that attacks the body's immune system. ഒരു ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ അറ്റാക്ക് ചെയ്യുന്ന ഒരു വൈറസ് ആണ് HIV വൈറസ്. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് HIV? എളുപ്പമാണ്. എന്തായിരിക്കും HIV? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഓപ്ഷൻ സി. HIV വൈറസ് ഫുൾ ഫോം ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ്, HIV വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടൈപ്പ് ഓഫ് റിട്രോ വൈറസ് ആണ്. റിട്രോ വൈറസ് എന്താന്ന് പറയാം? RNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് വരുന്ന ഒരു പരിധിവരെ എല്ലാ ഓർഗാനിസത്തിന്റെ ജനറ്റിക് മെറ്റീരിയൽ എന്താണ്? DNA ആണ്. RNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് വൈറസ് ആണ് റിട്രോ വൈറസ്. RNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് വരുന്ന വൈറസ് ആണ് റിട്രോ വൈറസ് എന്ന് പറയുക. വൈറസ് പൊതുവെ എന്താണ്? വൈറസ് ഒരു നോൺ ലീവിങ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. നോൺ ലീവിങ് ആയിട്ട് കെമിക്കൽ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് എന്ന് വേണേലും പറയാം. അതൊരു ജീവനുള്ള കോശത്തിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ മാത്രമാണ് അതിന് ലൈഫ് വെക്കുക. അപ്പൊ അത് പ്രവേശിക്കുന്ന സെല്ലുകൾ, അത് ആക്റ്റീവ് ആകുന്ന സെല്ലുകളെ വിളിക്കുന്ന പേരാണ് ഹോസ്റ്റ് സെൽ. വൈറസ് ഏത് സെല്ലിൽ പ്രവേശിച്ചാണ് ആക്റ്റീവ് ആകുന്ന ഒരു സെല്ലിനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ വൈറസിനെ ഹോസ്റ്റ് ചെയ്യുന്ന സെല്ലിനെ വിളിക്കുന്ന പേരാണ് ഹോസ്റ്റ് സെൽ. വൈറസ് ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്ത് ഇവാനോസ്കി എന്ന് പറയുന്ന റഷ്യൻ സയന്റിസ്റ്റ് ആണ് വൈറസിനെ ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്യുന്നത്. വൈറസ് വാസ് ഫസ്റ്റ് ഡിസ്കവേർഡ് ബൈ ഇവാനോസ്കി. ഇദ്ദേഹം ഡിസ്കവർ ചെയ്ത വൈറസ് എന്ന് പറഞ്ഞാൽ TMV എന്ന് പറയുന്ന വൈറസ് ആണ് ഇദ്ദേഹം ഡിസ്കവർ ചെയ്തത്. TMV എന്ന് പറഞ്ഞാൽ ടുബാക്കോ മൊസൈക് വൈറസ്.
ടുബാക്കോ മൊസൈക്ക് വൈറസ്. എന്തായിരിക്കും ടുബാക്കോ മൊസൈക്ക് വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടുബാക്കോയിൽ കാണപ്പെടുന്ന മൊസൈക്ക് ഡിസീസ് കോസ് ചെയ്യുന്ന വൈറസ് ആണ് ടുബാക്കോ മൊസൈക്ക് വൈറസ്. കോസസ് മൊസൈക്ക് ഡിസീസ് ഇൻ ടുബാക്കോ. ടുബാക്കോയിൽ കാണപ്പെടുന്ന മൊസൈക്ക് ഡിസീസ് കോസ് ചെയ്യുന്ന വൈറസ് ആണ് ടുബാക്കോ മൊസൈക്ക് വൈറസ് എന്ന് പറയുക. ഇതാണ് ആദ്യമായിട്ട് കണ്ടുപിടിക്കുകയുടെ വൈറസ്. കണ്ടുപിടിച്ച ആളാരാണ്? ഇവാനോസ്കി. അദ്ദേഹമാണ് ആദ്യമായിട്ട് വൈറസിനെ ഡിസ്കവർ ചെയ്യുന്നത്. ഇത്രയും കിട്ടിയെന്ന് തോന്നുന്നു. ഇനി 22nd ക്വസ്റ്റ്യൻ. Which of the following female mosquitoes acts as a carrier of dengue virus? ഡെങ്കു വൈറസ് കോസ് ചെയ്യുന്ന ഡെങ്കു വൈറസിന് കാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്ന മോസ്കിറ്റോ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി ഈഡിസ് മോസ്കിറ്റോ ആണ് ഡെങ്കു വൈറസിനെ ക്യാരി ചെയ്യുന്നത്. ഈഡിസ് മോസ്കിറ്റോ ആണ് ഡെങ്കു വൈറസിനെ ക്യാരി ചെയ്യുന്ന ഈഡിസ് മോസ്കിറ്റോ ആണ്. അനോഫിലിസ് മോസ്കിറ്റോ, കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് ഫീമെയിൽ അനോഫിലിസ് മോസ്കിറ്റോ ക്യാരി ചെയ്യുന്നത് മലേറിയ കോസ് ചെയ്യുന്ന പ്ലാസ്മോഡിയം എന്ന് പറയുന്ന സാധനത്തെയാണ് ആര് ക്യാരി ചെയ്യുക? മലേറിയ കോസ് ചെയ്യുന്ന പ്ലാസ്മോഡിയം എന്ന് പറയുന്ന സാധനത്തെയാണ് ആര് ക്യാരി ചെയ്യുക? അനോഫിലിസ് മോസ്കിറ്റോ, ഫീമെയിൽ അനോഫിലിസ് മോസ്കിറ്റോ ക്യാരി ചെയ്യുക. പ്ലാസ്മോഡിയം ആണ് എന്ത് കോസ് ചെയ്യുന്നത്? മലേറിയ കോസ് ചെയ്യുന്നത്. മലേറിയയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പോയിന്റ് കൂടെ ഓർത്ത് വെക്കുക. മലേറിയ ക്യൂർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ് ക്വിനിൻ എന്ന് പറയുന്ന ഡ്രഗ്. മലേറിയ ക്യൂർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡ്രഗ് ആണ്. ഈ ഒരു ഡ്രഗ് ഒപ്റ്റെയിൻ ചെയ്യുന്നത് സിങ്കോണ എന്ന് പറയുന്ന ട്രീയുടെ ബാർക്കിൽ നിന്നാണ്. ഇറ്റ് ഈസ് ഒപ്റ്റെയിൻഡ് ഫ്രം ബാർക്ക് ഓഫ് സിങ്കോണ ട്രീ. സിങ്കോണ ട്രീയുടെ ബാർക്കിൽ നിന്നാണ് എന്ത് ഒപ്റ്റെയിൻ ചെയ്യുക? ക്വിനിൻ ഒപ്റ്റെയിൻ ചെയ്യുന്നത്. ക്വിനിൻ എന്താണെന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. മലേറിയ ക്യൂർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മലേറിയക്കുള്ള ക്യൂർ ആണ് എന്ത്? ക്വിനിൻ എന്ന് പറഞ്ഞ ഡ്രഗ്. ഓർത്ത് വെക്കുക. ഈഡിസ് കൊതുകുകൾ എന്താണ്? ഡെങ്കു വൈറസിനെ ക്യാരി ചെയ്യുന്നെന്ന് പറഞ്ഞു. അതേപോലെ ക്യൂലെക്സ്, മൂന്നാമത്തെ ഓപ്ഷൻ ക്യൂലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലേറിയാസിസ് എന്ന് പറയുന്ന ഡിസീസ്. പിന്നെ മറ്റൊരു രീതിയിലും അറിയപ്പെടും എലിഫന്റിയാസിസ്. മന്തുരോഗം, എലിഫന്റിയാസിസ്. ഇത് കോസ് ചെയ്യുന്ന ഓർഗാനിസത്തെ ക്യാരി ചെയ്യുന്ന മോസ്കിറ്റോ ആണ് ക്യൂലെക്സ് മോസ്കിറ്റോ. ഫിലേറിയാസിസ് അല്ലെങ്കിൽ എലിഫന്റിയാസിസ് കോസ് ചെയ്യുന്ന ഓർഗാനിസത്തെ ക്യാരി ചെയ്യുന്ന മോസ്കിറ്റോ ആണ് ക്യൂലെക്സ് മോസ്കിറ്റോ എന്ന് പറയുക. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തുകൊണ്ട് ഈ എലിഫന്റിയാസിസ് പൊതുവെ കോസ് ചെയ്യുന്ന ഓർഗാനിസത്തിന്റെ പേര് ഉഷറേരിയ എന്ന് പറയുന്ന ഓർഗാനിസം ആണ് പൊതുവെ എന്ത് കോസ് ചെയ്യുക? എലിഫന്റിയാസിസ് അല്ലെങ്കിൽ ഫിലേറിയാസിസ് അല്ലെങ്കിൽ മന്തുരോഗം കോസ് ചെയ്യുക. ഈ ഉഷറേരിയനെ പൊതുവെ ക്യാരി ചെയ്യുന്ന മോസ്കിറ്റോ ആണ് ആര്? ക്യൂലെക്സ് മോസ്കിറ്റോ എന്ന് പറയാം. ക്യൂലെക്സ് മോസ്കിറ്റോ ക്യാരി ഓർഗാനിസം ദാറ്റ് കോസസ് ഫിലേറിയാസിസ് അല്ലെങ്കിൽ എലിഫന്റിയാസിസ്. 23rd ക്വസ്റ്റ്യൻ. Adipose tissue is a type of dash tissue in the human body. Adipose tissue എത്തരത്തിലുള്ള ടിഷ്യൂ ആണ്? അഡിപ്പോസ് ടിഷ്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന മറ്റൊന്നല്ല, ഓർത്ത് വെക്കുക. ബോഡി ഫാറ്റിനെയാണ് അഡിപ്പോസ് ടിഷ്യൂ എന്ന് വിശേഷിപ്പിക്കുക. സ്കിന്ന് തൊട്ട് താഴ്ഭാഗത്തായിട്ടാണ് എന്ത് കാണപ്പെടുക? അഡിപ്പോസ് ടിഷ്യൂ കാണപ്പെടുക. ബോഡി ഫാറ്റ് തന്നെയാണ് അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറയുക. ഇത് എത്തരത്തിലുള്ള ടിഷ്യൂ ആണ്? ഇതൊരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ് അഡിപ്പോസ് ടിഷ്യൂ. ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കണക്റ്റീവ് ടിഷ്യൂ. മസിൽസിനെല്ലാം കംപ്രൈസ് ചെയ്യുന്ന ടിഷ്യൂ സിസ്റ്റം ആണ് എന്ത്? മസ്കുലർ ടിഷ്യൂ. നെർവസ് സിസ്റ്റത്തിലെല്ലാം കാണപ്പെടുന്ന ടിഷ്യൂസ് ആണ് നെർവസ് ടിഷ്യൂ അറിയപ്പെടാറ് മറ്റൊരു പേരൂടെ ഉണ്ട്, സെൻസറി ടിഷ്യൂ. നെർവസ് ടിഷ്യൂ ഈസ് ഓൾസോ കോൾഡ് സെൻസറി ടിഷ്യൂ എന്നറിയപ്പെടുന്നു. അടുത്ത പോയിന്റ്, നെർവസ് ടിഷ്യൂവിൽ പ്രധാനമായിട്ട് 2 ടൈപ്പ് ഓഫ് സെല്ലുകളായിരിക്കും ഉണ്ടാവുക. 2 ടൈപ്സ് ഓഫ് സെൽസ് ആണ് ഉണ്ടാവുക. 2 ടൈപ്സ് ഓഫ് സെൽസ്. ഒന്നാമത്തത് ന്യൂറോൺ. 2 ടൈപ്പ് ഓഫ് സെല്ലുകളാണ് നെർവസ് ടിഷ്യൂവിൽ ഉണ്ടാവുക. ഒന്നാമത്തേത് ന്യൂറോൺ, രണ്ടാമത്തേത് ഗ്ലിയൽ സെൽസ്. ഇത്ര ഓർത്ത് വെക്കുക. ന്യൂറോണിന്റെ ഫംഗ്ഷനിൽ അതിനെ സഹായിക്കുന്ന സെല്ലുകളെയാണ് എന്ത് പറയുക? ഗ്ലിയൽ സെല്ലുകൾ എന്ന് പറയാം. ന്യൂറോണിന്റെ ഫംഗ്ഷനിൽ അതിനെ സഹായിക്കുന്ന സെല്ലുകളെയാണ് ഗ്ലിയൽ സെല്ലുകൾ എന്ന് പറയാം. ന്യൂറോണിന്റെ ഫംഗ്ഷനിൽ അതിനെ സഹായിക്കുന്ന സെല്ലുകളെയാണ് ഗ്ലിയൽ സെൽ എന്ന് പറയുക. ന്യൂറോണിന്റെ ഫംഗ്ഷനിൽ അതിനെ സഹായിക്കുന്ന സെല്ലുകളെയാണ് ഗ്ലിയൽ സെൽ എന്ന് പറയുക.
നെർവസ് ടിഷ്യൂ സെൻസറി ടിഷ്യൂ എന്നറിയപ്പെടുന്നു. ന്യൂറോണും ഗ്ലിയൽ സെൽസും ആണ് അവയിൽ സെൻസറി ടിഷ്യൂവിൽ കാണപ്പെടുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെല്ലുകൾ. ഇമ്പോർട്ടന്റ് സെൽസ് ഇൻ നെർവസ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ന്യൂറോണും ഗ്ലിയൽ സെൽസും ആണ്. ഗ്ലിയൽ സെൽസ് അല്ലെങ്കിൽ ന്യൂറോഗ്ലിയ, അല്ലെങ്കിൽ മറ്റൊരു പേരിൽ അറിയപ്പെടും ന്യൂറോഗ്ലിയ അല്ലെങ്കിൽ ന്യൂറോഗ്ലിയ. ഇത്ര ഓർത്ത് വെക്കുക. എപ്പിത്തീലിയൽ ടിഷ്യൂ എന്താണ്? ഔട്ടർ സർഫേസ്, ശരീരത്തിന്റെ ഔട്ടർ സർഫേസിനെ കവർ ചെയ്യുന്ന ടിഷ്യൂവിനെയാണ് പൊതുവെ എന്ത് പറയാ? എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുക. എക്സാമ്പിൾ സ്കിൻ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾ സ്കിൻ. ശരീരത്തിന്റെ ഔട്ടർ സർഫേസിനെയോ അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് ഒന്നെങ്കിൽ ശരീരത്തിന്റെ ഔട്ടർ സർഫേസിനെ അല്ലെങ്കിൽ ശരീരത്തിന്റെ ഇന്റേണൽ ഓർഗൻസിന്റെ ഫ്രീ സ്പേസുകളെയൊക്കെ കവർ ചെയ്യുന്ന ഇന്റേണൽ ഓർഗൻസിന്റെ ഫ്രീ സ്പേസിനെ അതേപോലെ ലൈനിങ്സിനെയൊക്കെ കവർ ചെയ്യുന്ന ടിഷ്യൂവിനാണ് എന്ത് പറയുക? എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുക. നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്താണ്? അഡിപ്പോസ് ടിഷ്യൂ ആണല്ലോ. അഡിപ്പോസ് ടിഷ്യൂ എത്തരത്തിലുള്ള ഒരു ടിഷ്യൂ ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതൊരു കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞു. ഒരു 2 ടൈപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂടെ ഓർത്ത് വെക്കുക. ലിഗമെന്റ് എവിടെ നിന്ന് എങ്ങോട്ട് കണക്ട് ചെയ്യുന്ന കണക്റ്റീവ് ടിഷ്യൂ ആണ്? ഒരു ബോണിനെ മറ്റൊരു ബോണുമായിട്ട് കണക്ട് ചെയ്യുന്ന കണക്റ്റീവ് ടിഷ്യൂ ആണ് ലിഗമെന്റ്. ഇറ്റ് കണക്ട്സ് ബോൺ ടു ബോൺ. ഒരു ബോണിനെ മറ്റൊരു ബോണുമായിട്ട് കണക്ട് ചെയ്യുന്നു. അതേപോലെ ഓർത്ത് വെക്കേണ്ട മറ്റൊരു കണക്റ്റീവ് ടിഷ്യൂ ആണ് ടെൻഡൻ. മസിലിനെ ബോണുമായിട്ട് കണക്ട് ചെയ്യുന്ന കണക്റ്റീവ് ടിഷ്യൂ ആണ് ടെൻഡൻ. ഇറ്റ് കണക്ട്സ് മസിൽ ടു ബോൺ. മസിലിനെ ബോണുമായിട്ട് കണക്ട് ചെയ്യുന്ന കണക്റ്റീവ് ടിഷ്യൂ ആണ് ടെൻഡൻ എന്ന് പറയുക. ഇമ്പോർട്ടന്റ് ആയിട്ട് കണക്റ്റീവ് ടിഷ്യൂ തന്നെ മറ്റൊരു എക്സാമ്പിൾ ആണ് ബ്ലഡ് ഈസ് എ ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ. ഇത്രയും കാര്യം ഓർത്ത് വെക്കുക. അഡിപ്പോസ് ടിഷ്യൂ എത്തരത്തിലുള്ള ഒരു ടിഷ്യൂ ആണ്? ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. ബോഡി ഫാറ്റിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുക? അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറയുക. ഇനി അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ വാട്ടർ ബോൺ ഡിസീസ്? വെള്ളത്തിൽ നിന്ന് പകരുന്ന ഡിസീസ്. ഒന്നാമത്തെ ഉത്തരം ഓപ്ഷൻ എ കോളറ. കോളറ കോസ് ചെയ്യുന്ന ബാക്ടീരിയയുടെ പേര് വിബ്രിയോ കോളറെ. കോളറ കോസ് ചെയ്യുന്ന ബാക്ടീരിയയുടെ പേര് വിബ്രിയോ കോളറെ എന്ന് പറയുന്ന ബാക്ടീരിയ ഡിസ്കവർ ചെയ്ത ആളുടെ പേര്, സയന്റിസ്റ്റിന്റെ പേര് റോബിൻ കോക്ക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് വിബ്രിയോ കോളറ എന്ന് പറയുന്ന ബാക്ടീരിയ ഡിസ്കവർ ചെയ്യുന്നത്. കോളറ കോസ് ചെയ്യുന്ന വിബ്രിയോ കോളറ എന്ന് പറയുന്ന ബാക്ടീരിയ ഡിസ്കവർ ചെയ്ത റോബിൻ കോക്ക് ആണ്. ഇനി റോബിൻ കോക്ക് മറ്റൊരു രീതിയിൽ ഇമ്പോർട്ടന്റ് ആണ്. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. എന്ത് ബാക്ടീരിയ ആയിരിക്കും ഇത്? ട്യൂബർകുലോസിസ് കോസ് ചെയ്യുന്ന, TB കോസ് ചെയ്യുന്ന ബാക്ടീരിയ ആണ്. ഈ ഒരു ബാക്ടീരിയ കണ്ടുപിടിച്ചത് ആരാണ്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ കണ്ടുപിടിച്ചത് ആരാണ്? ഡിസ്കവർ ചെയ്ത ആള് റോബിൻ കോക്ക് തന്നെയാണ്. അപ്പൊ റോബിൻ കോക്ക് തന്നെയാണ് 2 ബാക്ടീരിയ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ബാക്ടീരിയ, ഒന്ന് വിബ്രിയോ കോളറയും 2 മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന ബാക്ടീരിയ. ട്യൂബർകുലോസിസ് കോസ് ചെയ്യുന്ന മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന ആ ഒരു ബാക്ടീരിയ കണ്ടുപിടിച്ച ആരാണ്? റോബിൻ കോക്ക് ആണ്. ട്യൂബർകുലോസിന്റെ മറ്റൊരു പേരൂടെ ഉണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കുക. വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്ന ഡിസീസ് ആണ് ട്യൂബർകുലോസിസ്. ഇറ്റ് ഈസ് കോൾഡ് വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്ന ഒരു ഡിസീസ് ആണ് ട്യൂബർകുലോസിസ്. ഇറ്റ് ഈസ് കോൾഡ് വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്നു. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് വൈറ്റ് പ്ലേഗ്. ഇതിന്റെ ക്യൂർ എന്താണ്? വാക്സിന്റെ പേര് ക്യൂർ ഈസ് BCG വാക്സിൻ. BCG വാക്സിൻ ആണ് എന്തിന്റെ ക്യൂർ? ട്യൂബർകുലോസിന്റെ ക്യൂർ എന്ന് പറയാം. അതിന്റെ ഫുൾ ഫോം ബേസിൽ കാൽമെറ്റ് ഗ്യൂറിൻ. ഇമ്പോർട്ടന്റ് ആണ്. ട്യൂബർകുലോസിനെ ക്യൂർ ചെയ്യാനുള്ള വാക്സിൻ ബേസിൽ കാൽമെറ്റ് ഗ്യൂറിൻ. ഡിസ്കവർ ചെയ്ത 2 പേരാണ്. അവരുടെ ലാസ്റ്റ് നെയിം ഓർത്തുക, കാൽമെറ്റും ഗ്യൂറിനും എന്ന് പറയുന്ന 2 പേര്. അവരുടെ ലാസ്റ്റ് നെയിംസ് ആണ് കാൽമെറ്റും ഗ്യൂറിനും. അവരാണ് എന്ത് ഡിസ്കവർ ചെയ്യുന്നത്? ട്യൂബർകുലോസിനെ തുരത്താനുള്ള BCG എന്ന് പറയുന്ന വാക്സിൻ ഡിസ്കവർ ചെയ്യുന്നത് കാൽമെറ്റും ഗ്യൂറിനും ആണ്. വാക്സിൻ ഈസ് കോൾഡ് BCG അല്ലെങ്കിൽ ബേസിൽ കാൽമെറ്റ് ഗ്യൂറിൻ. ഓക്കെ, ഇനി അടുത്തത് വൈറ്റമിന്റെ ക്വസ്റ്റ്യൻ ആണ്. റൈബോഫ്ലേവിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ. ഓപ്ഷൻ എ വൈറ്റമിൻ B2. കെമിക്കൽ നെയിം ആണ്. വൈറ്റമിൻ B2വിന്റെ
കെമിക്കൽ നെയിം ആണ് എന്ത്? റൈബോഫ്ലേവിൻ. റൈബോഫ്ലേവിൻ ഇസ് ദ കെമിക്കൽ നെയിം ഓഫ് വൈറ്റമിൻ B2. റൈബോഫ്ലേവിൻ എന്തിന്റെ കെമിക്കൽ നെയിം ആണ്? വൈറ്റമിൻ B2വിന്റെ കെമിക്കൽ നെയിം ആണ്. കെമിക്കൽ നെയിം ഓഫ് വൈറ്റമിൻ B2 ഈസ് റൈബോഫ്ലേവിൻ. റൈബോഫ്ലേവിൻ ഇസ് ദ കെമിക്കൽ നെയിം ഓഫ് വൈറ്റമിൻ B2. ഇനി അതേപോലെ ഓർത്ത് വെക്കേണ്ട 1-2 വൈറ്റമിൻസ്. ഒന്ന് വൈറ്റമിൻ B1. വൈറ്റമിൻ B1. വൈറ്റമിൻ B1ന്റെ കെമിക്കൽ നെയിം എന്ന് പറഞ്ഞാൽ തയാമിൻ. തയാമിൻ. കെമിക്കൽ നെയിം ഓഫ് വൈറ്റമിൻ B1 ഈസ് തയാമിൻ. തയാമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ B1 ആണ്. വൈറ്റമിൻ B3. വൈറ്റമിൻ B3. വൈറ്റമിൻ B3 അറിയപ്പെടുക നയാസിൻ. നയാസിൻ. നയാസിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ B3 ആണ്. വൈറ്റമിൻ എ. വൈറ്റമിൻ എ അറിയപ്പെടുക റെറ്റിനോൾ. റെറ്റിനോൾ. കെമിക്കൽ നെയിം ഓഫ് വൈറ്റമിൻ എ ഈസ് റെറ്റിനോൾ. കെമിക്കൽ നെയിം ഓഫ് വൈറ്റമിൻ എ ഈസ് റെറ്റിനോൾ. റെറ്റിനോൾ എന്നാണ് വൈറ്റമിൻ എ അറിയപ്പെടുക. വൈറ്റമിൻ കെ. വൈറ്റമിൻ കെ അറിയപ്പെടുക ഫൈലോക്വിനോൺ. 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 ഫൈലോക്വിനോൺ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ കെ ആണ്. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട തയാമിൻ. തയാമിന്റെ ഡെഫിഷ്യൻസി മൂലം വരുന്ന ഡിസീസ്. വൈറ്റമിൻ B1ന്റെ ഡെഫിഷ്യൻസി മൂലം വരുന്ന ഡിസീസ് ഇമ്പോർട്ടൻ്റ് ആണ്. ബെറിബെറി. ബെറിബെറി ഈസ് കോൺസ്റ്റിറ്റ്യൂട്ട് ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ B1. വൈറ്റമിൻ B1ന്റെ ഡെഫിഷ്യൻസി മൂലം വരുന്ന ഡിസീസ് ആണ് ബെറിബെറി. വൈറ്റമിൻ എ. വൈറ്റമിൻ എ റെറ്റിനോൾ. റെറ്റിനോളിന്റെ ഡെഫിഷ്യൻസി മൂലം വരുന്ന ഡിസീസ് ആണ് സെറോതാൽമിയ. സെറോതാൽമിയ അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ്. സെറോതാൽമിയ അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ്. നൈറ്റ് ബ്ലൈൻഡ്നെസ്. ഇനി വൈറ്റമിൻ കെ. വൈറ്റമിൻ കെയുടെ ഡെഫിഷ്യൻസി മൂലം വരുന്ന ഡിസീസ് ആണ് നോൺ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്. നോൺ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്. ബ്ലഡ് ക്ലോട്ട് ആവാത്ത കണ്ടീഷൻ. നോൺ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്. അതിന് പിന്നിൽ ഏത് വൈറ്റമിന്റെ ഡെഫിഷ്യൻസി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? വൈറ്റമിൻ കെ. കെമിക്കൽ നെയിം എന്താണ്? ഫൈലോക്വിനോൺ. ഫൈലോക്വിനോൺ എന്ന കെമിക്കൽ നാമമുള്ള വൈറ്റമിൻ കെ. അതിന്റെ ഡെഫിഷ്യൻസി ആണ് എന്തിലേക്ക് നയിക്കുക? നോൺ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡിലേക്ക് നയിക്കുക. നൈറ്റ് ബ്ലൈൻഡ്നെസ് ഏതിന്റെ ഡെഫിഷ്യൻസി ആണ്? നൈറ്റ് ബ്ലൈൻഡ്നെസ് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ആണ്. വൈറ്റമിൻ എ. വൈറ്റമിൻ എയുടെ കെമിക്കൽ നാമം എന്താണ്? റെറ്റിനോൾ. വൈറ്റമിൻ B2ന്റെ കെമിക്കൽ നാമം എന്താണ്? റൈബോഫ്ലേവിൻ. വൈറ്റമിൻ B1ന്റെ കെമിക്കൽ നാമം എന്താണ്? തയാമിൻ. B3യുടെ കെമിക്കൽ നാമം എന്താണ്? നയാസിൻ. വൈറ്റമിൻ കെയുടെ കെമിക്കൽ നാമം എന്താണ്? ഫൈലോക്വിനോൺ. ഇത്ര ഓർത്ത് വെക്കുക. പിന്നെ വൈറ്റമിൻ സി. വൈറ്റമിൻ സി പ്രധാനമായിട്ടും കിട്ടുക എവിടെ നിന്നാണ്? സിട്രസ് ഫ്രൂട്ടുകളിൽ നിന്നാണ്. വൈറ്റമിൻ സി ഈസ് മെയിൻലി ഒബ്റ്റെയിൻ ഫ്രം സിട്രസ് ഫ്രൂട്ട് അല്ലെങ്കിൽ ലെമൺ ഗ്രൂപ്പ്. അല്ലെ, ലെമൺ ഗ്രൂപ്പ്. സിട്രസ് ഫ്രൂട്ടുകളിൽ നിന്നാണ് വൈറ്റമിൻ സി പ്രധാനമായിട്ടും ഒബ്റ്റെയിൻ ചെയ്യുക. വൈറ്റമിൻ സി ഈസ് മെയിൻലി ഒബ്റ്റെയിൻ ഫ്രം സിട്രസ് ഫ്രൂട്ട്. ഇനി അടുത്ത 26ാമത്തെ ക്വസ്റ്റ്യൻ. അമീബയുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പ്രൊജക്ട് ചെയ്യുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ്. അമീബയുടെ ശരീരത്തിൽ നിന്നും the amoeba pushes out one or more finger like projections called dash. അമീബ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പ്രൊജക്ട് ചെയ്യുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിന്റെ പേര് ഓപ്ഷൻ ബി സ്യൂഡോപോഡിയ അല്ലെങ്കിൽ സ്യൂഡോപോഡ്സ്. സ്യൂഡോപോഡ്സ്. എന്തിനു വേണ്ടിയാണ് അമീബ ഇത് പ്രൊജക്ട് ചെയ്യുന്നത്? അമീബ ലോക്കോമോഷൻ, ഒരു പ്രത്യേക ഡയറക്ഷനിലുള്ള മൂവ്മെന്റിന് അമീബനെ സഹായിക്കുന്ന സ്ട്രക്ചറിന്റെ പേരാണ് സ്യൂഡോപോഡ്സ്. അമീബയുടെ ശരീരത്തിൽ നിന്നും എറൈസ് ചെയ്യുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിനെ പറയുന്ന പേരാണ് സ്യൂഡോപോഡ്സ്. സ്യൂഡോപോഡ്സ്. ഇനി അമീബയുടെ കിങ്ഡം ഓർത്ത് വെക്കുക. കിങ്ഡം പ്രൊട്ടിസ്റ്റ. കിങ്ഡം പ്രൊട്ടിസ്റ്റ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ വരുന്ന ഒരു ഓർഗാനിസം ആണ് അമീബ. ഇറ്റ് കംസ് ഇൻ കിങ്ഡം പ്രൊട്ടിസ്റ്റ. ഏത് ക്ലാസിഫിക്കേഷനില? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്ത ആരാ? RH വിറ്റാക്കർ. RH വിറ്റാക്കർ ആണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്യുന്നത്. വർഷം കറക്റ്റ് ഓർക്കണില്ല. RH വിറ്റാക്കർ ആണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തെന്ന് ഓർത്ത് വെക്കുക. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്ത RH വിറ്റാക്കർ ആണ്. മൊണേറ, പ്രൊട്ടിസ്റ്റ, ഫംഗൈ, പിന്നെ പ്ലാന്റ്, ആനിമൽ, ഇങ്ങനെ 5 കിങ്ഡംസ്. അതിൽ കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ വരുന്ന ഒരു ഓർഗാനിസം ആണ് അമീബ. കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ വരുന്ന ഒരു ഓർഗാനിസം ആണ് അമീബ. കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ വരുന്ന ഒരു ഓർഗാനിസം ആണ് അമീബ. അമീബയുടെ ശരീരത്തിൽ നിന്ന് എറൈസ് ചെയ്യുന്ന പ്രൊജക്ഷൻസിനെ വിളിക്കുന്ന പേര് സ്യൂഡോപോഡ്സ്. സ്യൂഡോപോഡ്സ്. 27ാമത്തെ ക്വസ്റ്റ്യൻ. വോയിസ് ബോക്സ് ഓഫ് ഹ്യൂമൻ ബോഡി. വോയിസ് ബോക്സ് ഓഫ് ഹ്യൂമൻ ബോഡി ഈസ് കോൾഡ് ഓപ്ഷൻ എ ലാരിൻസ്. ഓപ്ഷൻ എ ലാരിൻസ്. റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ പാർട്ടായിട്ടുള്ള ലാരിൻസ് എന്ന് പറയുന്ന പാർട്ടാണ് എന്തായിട്ട് അറിയപ്പെടുക?
ഹ്യൂമൻ ബോഡിയുടെ വോയിസ് ബോക്സ് എന്നറിയപ്പെടുക. വോയിസ് ബോക്സ് ഓഫ് ഹ്യൂമൻ ബോഡി. വോയിസ് ബോക്സ് ഓഫ് ഹ്യൂമൻ ബോഡി ഈസ് ലാരിൻസ്. ലാരിൻസ് ഈസ് വോയിസ് ബോക്സ് ഓഫ് ഹ്യൂമൻ ബോഡി. ഇനി മറ്റൊരു പോയിന്റ്, ഈ ഫാരിൻസ്. ഫാരിൻസ്, ലാരിൻസിന്റെ തൊട്ട് താഴെ കാണാവുന്ന ഫാരിൻസ്. ഫാരിൻസ് എന്ന് പറയുന്നത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെയും റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ഒരു കോമൺ പാസേജ് ആണ്. ഇറ്റ് ഈസ് എ കോമൺ പാസേജ് ഫോർ ബോത്ത് ഡൈജസ്റ്റീവ് സിസ്റ്റം ആൻഡ് റെസ്പിറേറ്ററി സിസ്റ്റം. രണ്ടിന്റെയും കോമൺ ആയിട്ടുള്ള ഒരു പാസേജ് ആണ് കോമൺ പാസേജ് ഓഫ് ഡൈജസ്റ്റീവ് ആൻഡ് റെസ്പിറേറ്ററി സിസ്റ്റം. ഇറ്റ് ഈസ് എ കോമൺ പാസേജ് ഫോർ ഡൈജസ്റ്റീവ് ആൻഡ് റെസ്പിറേറ്ററി സിസ്റ്റം. അപ്പൊ അറിയാം, സ്വാഭാവികമായിട്ടും ഫാരിൻസ് വഴി എന്ത് പാസ് ചെയ്യുന്നുണ്ട്? ഫുഡ് പാസ് ചെയ്യുന്നുണ്ട്. ഫുഡ് പാസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ പാസ് ചെയ്യുന്ന ഫുഡിനെ വിളിക്കുന്ന പേര് കൈം എന്നാണ്. പാർഷ്യലി ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡാണ്, അതിനെ വിളിക്കുന്ന പേര് കൈം എന്നാണ്. ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. ഈ പാർഷ്യലി ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഈ കൈം ഇതിലെ പാസ് ചെയ്യുന്നുണ്ട്? ഫാരിൻസ് വഴി പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫാരിൻസ് കഴിഞ്ഞിട്ടുള്ള ഒരു പാർട്ടാണ് ലാരിൻസ്. ഫാരിൻസ് കഴിഞ്ഞിട്ടുള്ള ഒരു പാർട്ടാണ് ലാരിൻസ്. ഈ ഫാരിൻസിൽ നിന്ന് ലാരിൻസിലേക്ക് ഫുഡ് എൻ്റർ ചെയ്യാതെ പ്രിവെന്റ് ചെയ്യുന്ന സ്ട്രക്ചറിന്റെ പേരാണ് എപ്പിഗ്ലോട്ടിസ്. എപ്പിഗ്ലോട്ടിസ് പ്രിവെന്റ്സ് ഫുഡ് ഫ്രം എൻ്ററിങ് ലാരിൻസ്. പ്രിവെന്റ്സ് ഫുഡ് ഫ്രം എൻ്ററിങ് ലാരിൻസ്. ലാരിൻസിൽ ഫുഡ് പ്രവേശിക്കുന്നത് തടയുന്ന സ്ട്രക്ചർ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? എപ്പിഗ്ലോട്ടിസ്. ഫാരിൻസിന് ശേഷമാണ് ലാരിൻസ് എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ എവിടെ വരിക? റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ വരിക. ഫാരിൻസ് ഓൾറെഡി പറഞ്ഞ എന്താണ്? റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെയും ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെയും ഒരു കോമൺ പാസേജ് ആണ്. അപ്പൊ ആ കോമൺ പാസേജ് ആയതുകൊണ്ട് തന്നെ നെക്സ്റ്റ് പാർട്ടായിട്ടുള്ള ലാരിൻസിലേക്ക് ഫുഡ് എൻ്റർ ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യുന്ന സ്ട്രക്ചറിന്റെ പേര് എപ്പിഗ്ലോട്ടിസ്. എപ്പിഗ്ലോട്ടിസ്. ഇനി അതേപോലെ ലാരിൻസിന്റെ ഓപ്പണിംഗ് പാർട്ടിനെ വിളിക്കുന്ന പേര് ഗ്ലോട്ടിസ്. ഓപ്പണിംഗ് ഈസ് കോൾഡ് ഗ്ലോട്ടിസ്. ഗ്ലോട്ടിസും എപ്പിഗ്ലോട്ടിസും മാറിപ്പോലെ. ഗ്ലോട്ടിസ്, എപ്പിഗ്ലോട്ടിസ്. എപ്പിഗ്ലോട്ടിസ് എന്താണ്? ഫുഡ് എൻ്റർ ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യുന്നു. ഗ്ലോട്ടിസ് എന്താണ്? ഗ്ലോട്ടിസ് ലാരിൻസിന്റെ ഓപ്പണിംഗ് പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ഗ്ലോട്ടിസ്. ലാരിൻസിന്റെ ഓപ്പണിംഗ് പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ഗ്ലോട്ടിസ്. രണ്ട് ചോദ്യം കൂടെ നോക്കിയിട്ട് നിർത്താം. മോസ് ആൻഡ് മെർച്ചന്റിയ. മോസും മെർച്ചന്റിയും ഏത് കാറ്റഗറിയിൽ വരുന്ന ഓർഗാനിസംസ് ആണ്? മോസും മെർച്ചന്റിയ ഏത് കാറ്റഗറിയിൽ വരുന്ന ഓർഗാനിസംസ് ആണെന്നാണ് ചോദ്യം. ബ്രയോഫൈറ്റ. ഡീറ്റെയിൽ ആയിട്ട് കാണാനുള്ളതാണ്, പിന്നീട് ബയോളജിയുടെ ക്ലാസ് വരുമ്പോൾ കാണാം. ഇപ്പോൾ ഓർത്ത് വെക്കാം, മോസും മെർച്ചന്റിയും ഏത് കാറ്റഗറിയിലുള്ള ഓർഗാനിസം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രയോഫൈറ്റയിൽ വരുന്ന ഓർഗാനിസംസ് ആണ്. ബ്രയോഫൈറ്റ്സ് അറിയപ്പെടുക ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്നാണ്. ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്നറിയപ്പെടുന്ന കാറ്റഗറിയാണ് ബ്രയോഫൈറ്റ്സ്. സ്റ്റഡി ഓഫ് ബ്രയോഫൈറ്റ്സ് ഈസ് കോൾഡ് ബ്രയോളജി. എന്നാണ് സ്റ്റഡി ഓഫ് ബ്രയോഫൈറ്റ് അറിയപ്പെടുക. മോസും മെർച്ചന്റിയും എവിടെയാണ് വരുന്നത്? ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് വരിക? ബ്രയോഫൈറ്റയിലാണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 29ാമത്തെ ക്വസ്റ്റ്യൻ. മോഡ് ഓഫ് ന്യൂട്രീഷൻ ഇൻ വിച്ച് ഓർഗാനിസം ടേക്ക് ഇൻ ന്യൂട്രിയന്റ് ഫ്രം ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്റർ. ഡെഡും ഡീക്കേയിങ് ആയിട്ടുള്ള മാറ്ററിൽ നിന്ന് ഒരു ഓർഗാനിസം അതിന്റെ ന്യൂട്രീഷൻ ഉള്ള വക കണ്ടെത്തുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേര്, അല്ലെങ്കിൽ ആ ഒരു ന്യൂട്രീഷൻ പ്രോസസ്സിനെ പറയുന്ന പേര് എന്താണ്? സാപ്രോട്രോഫിക് ന്യൂട്രീഷൻ, അല്ലെങ്കിൽ മറ്റൊരു പേരിൽ അറിയപ്പെടും സാപ്രോഫൈറ്റിക് ന്യൂട്രീഷൻ. എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു കിങ്ഡം ഏതാ? കിങ്ഡം ഫംഗൈയിലുള്ള ഓർഗാനിസം ഫോളോ ചെയ്യുന്ന ഒരു മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ് സാപ്രോഫൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. മറ്റൊരു ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഫുഡ് ഉണ്ടാക്കുന്ന മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ് എന്ത് പറയാ? ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയാം. ഡിപ്പെൻസ് അനദർ ഓർഗാനിസം, മറ്റൊരു ഓർഗാനിസത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഫുഡ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ന്യൂട്രീഷൻ ഉള്ള വക കണ്ടെത്തുന്ന പ്രോസസ്സിനാണ് എന്ത് പറയാ? ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയാം. സ്വന്തമായിട്ട് ഗ്രീൻ പ്ലാന്റ്സ് ഒക്കെ ചെയ്യുന്ന പോലെ സ്വന്തമായിട്ട് സെൽഫ് മെയ്ഡ് ആയിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നവരെയാണ് എന്ത് പറയാ? ആ ഒരു മോഡ് ഓഫ് ന്യൂട്രീഷൻ ഫോളോ ചെയ്യുന്നവരാണ് എന്ത് പറയാ? ആ ഒരു മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ് എന്ത് പറയാ? ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയാം. ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നു. ഹെട്രോട്രോഫിക് ന്യൂട്രീഷൻ എന്താണ്? മറ്റൊരു ഓർഗാനിസത്തെ ഡിപ്പെൻഡ് ചെയ്ത് ഫുഡ് ഉണ്ടാക്കുന്നു. സാപ്രോട്രോഫിക് എന്താണ്? അല്ലെങ്കിൽ സാപ്രോഫൈറ്റിക് എന്താണ്? മറ്റ് ഡെഡും ഡീക്കേയിങ്ങും ആയിട്ടുള്ള ഓർഗാനിസത്തിൽ നിന്ന് ന്യൂട്രീഷൻ കണ്ടെത്തുന്നു. സാപ്രോഫൈറ്റിക്, ഹെട്രോട്രോഫിക്, ഓട്ടോട്രോഫിക്. ഇനി ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു സെല്ലിൽ കൂടുതലുള്ള ഓർഗാനിസത്തെ എന്ത് പറയും? ഓർഗാനിസംസ് മെയ്ഡ് ഓഫ് മോർ ദാൻ വൺ സെൽ.
ഓർഗാനിസം മെയ്ഡ് ഓഫ് മോർ ദാൻ വൺ സെൽ. എന്താണ്? മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് മെയ്ഡ് ഓഫ് മോർ ദാൻ വൺ സെൽ. ഒരു സെല്ലിൽ കൂടുതലുള്ളവരെ എന്ത് പറയും? മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. സിംഗിൾ സെല്ലാണെങ്കിലോ? സിംഗിൾ സെല്ലാണെങ്കിൽ യൂണിസെല്ലുലാർ. സിംഗിൾ സെല്ലാണെങ്കിൽ യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ന് പറയും. ഓക്കെ, ഫൈൻഡ് ചെയ്യാലോ? ഓക്കെ, താങ്ക് യു. Thank you, sir. ലെഫ്റ്റ് ചെയ്തോളൂ എല്ലാവരും.